Hello friends, welcome to Geography classes. Myself Rino Mariam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ് മൂവ്മെന്റ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജിയോമോർഫോളജി സ്റ്റാർട്ട് ചെയ്തു. ജിയോമോർഫോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ റോക്സ്, സോയില്, അതുപോലെ തന്നെ ജിയോമോർഫിക് പ്രോസസ്, ഈ 3 കാര്യങ്ങളാണ് കണ്ടത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോമോർഫോളജിയിൽ തന്നെ മാസ് മൂവ്മെന്റ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾ കാണുമ്പോൾ മാസ് മൂവ്മെന്റ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നോക്കേണ്ടത്? ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് മാസ് മൂവ്മെന്റിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രസീഡിങ് ഫാക്ടേഴ്സ് അതെന്തൊക്കെയാണ്, ദെൻ ടൈപ്സ് ഓഫ് മാസ് മൂവ്മെന്റിൽ സ്ലോ മാസ് മൂവ്മെന്റ് ഉണ്ട്, ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്, ഇത് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് മാസ് മൂവ്മെന്റ് എന്താണ് എന്ന് നോക്കാം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഒരു സ്ലോപ്പിലൂടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് മാസ് മൂവ്മെന്റ് എന്ന് പറയുക. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം. മഡ് ആവാം, ബെഡ് റോക്ക് ആവാം, സോയിൽ ആവാം, റോക്ക് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ചെളിയോ മണ്ണോ റോക്കോ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു സ്ലോപ്പിലൂടെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാസ് മൂവ്മെന്റ് എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് masses of bodies like mud, bedrock, soil or rock debris which is commonly happen along steep sided hill and mountains because of gravitational pull. ഇനി ഈ മാസ് മൂവ്മെന്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാസ് വേസ്റ്റിംഗ്. മാസ് മൂവ്മെന്റ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് മാസ് വേസ്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാസ് മൂവ്മെന്റ് നടക്കുന്നത് ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് മാത്രമാണ്. കുറെ പേര് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസ് മൂവ്മെന്റ് ഉണ്ടാകുന്നത് ജിയോമോർഫിക് ഏജന്റ് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അല്ല, ജിയോമോർഫിക് ഏജന്റ് ആയ വിൻഡ്, റിവർ, ഗ്ലേഷ്യർ, ഇതൊന്നും കൊണ്ടല്ല മാസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഈ ജിയോമോർഫിക് ഏജന്റ് ആണ് മെറ്റീരിയൽസിനെ മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ മാസ് മൂവ്മെന്റ് എന്നല്ല വിളിക്കുക. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇറോഷൻ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ജിയോമോർഫിക് ഏജന്റ് അല്ല മാസ് മൂവ്മെന്റ് ചെയ്യുന്നത്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി നമ്മൾ ഈ മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നതിന്റെ കോസ് എന്താണ് എന്ന് കണ്ടു. മാസ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ വെതറിംഗ് ആവശ്യമാണോ? എന്താണ് വെതറിംഗ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. വെതറിംഗ് ആവശ്യമാണോ മാസ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ? വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സ് ഓർ ക്ലൈമറ്റിക് ഫാക്ടർ. അറ്റ്മോസ്ഫിയറിന്റെ ഫാക്ടർ കൊണ്ടോ വെതറിന്റെ ഫാക്ടർ കൊണ്ടോ റോക്സ് പൊടിയുന്നതിനെയാണ് വെതറിംഗ് എന്ന് വിളിക്കുക. ഈ വെതറിംഗ് നിർബന്ധമാണോ മാസ് മൂവ്മെന്റിന്? അല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഒരു മല അങ്ങനെ തന്നെ ഇടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു വലിയ റോക്ക് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴോട്ട് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ വെതറിംഗ് നടക്കാത്ത സ്ഥലങ്ങളിലും മാസ് മൂവ്മെന്റ് ഉണ്ടാവാം. ഒരു റോക്ക് കംപ്ലീറ്റ്ലി പൊടിഞ്ഞ് സോയിൽ ആയതിനു ശേഷം മാത്രമല്ല മാസ് മൂവ്മെന്റ് നടക്കുക. ഒരു റോക്ക് അങ്ങനെ തന്നെ മുകളിൽ നിന്ന് താഴെ വരുമ്പോഴും മാസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ പറയാം, വെതറിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെന്റ്. മാസ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ വെതറിംഗ് ആവശ്യമല്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് പ്രിലിംസിന് ചോദിച്ചാൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വെതറിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെന്റ്. ഇനി വെതറിംഗ് നടന്ന സ്ഥലത്ത് മാസ് മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, വെതറിംഗ് എയ്ഡ്സ് ഇറോഷൻ. അതുപോലെ തന്നെ വെതറിംഗ് എയ്ഡ്സ് മാസ് മൂവ്മെന്റ്. അതായത് വെതറിംഗ് വേണമെന്ന് നിർബന്ധമില്ല. മാസ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് റോക്ക് പൊടിഞ്ഞ് സോയിൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ റോക്ക് പൊടിഞ്ഞ് സോയിൽ ആയ സ്ഥലത്ത് പെട്ടെന്ന് മാസ് മൂവ്മെന്റ് നടക്കാം. സോ വെതറിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെന്റ്, ബട്ട് വെതറിംഗ് ഹെൽപ്സ് ഇൻ മാസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ വെതറിംഗ് എയ്ഡ്സ് മാസ് മൂവ്മെന്റ്. ഇനി ഏറ്റവും കൂടുതൽ മാസ് മൂവ്മെന്റ് നടക്കുക വെതേർഡ് സ്ലോപ്സിലാണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അൺവെതേർഡ് സ്ലോപ്സിനേക്കാളും വെതറിംഗ് നടന്ന സ്ലോപ്പിലായിരിക്കും മാസ് മൂവ്മെന്റ് എളുപ്പത്തിൽ നടക്കുക. ഇനി
മാസ് മൂവ്മെന്റ് കോസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പുള്ളാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ മാസ് മൂവ്മെന്റിന്റെ പ്രസീഡിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് മാസ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്? കാരണങ്ങൾ, അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതാണ്? കാരണങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മാസ് മൂവ്മെന്റിന് പ്രേരകമായ ഘടകങ്ങൾ ഏതൊക്കെ? അപ്പൊ മാസ് മൂവ്മെന്റ് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രസീഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് റിമൂവൽ ഓഫ് സപ്പോർട്ട് ഫ്രം ബിലോ. താഴേന്ന് സപ്പോർട്ട് എടുത്ത് കളയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കുറെ റോക്സ് ഇങ്ങനെ അടക്കി അടക്കി വെച്ചേക്കാണ്. ഈ റോക്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നതിന് താഴേന്ന് നമ്മൾ ഒരു റോക്ക് എടുത്ത് മാറ്റുക. ഇഫ് വി റിമൂവ് എ സപ്പോർട്ട് ഫ്രം ബിലോ, താഴെ നമ്മൾ ഒരു റോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ മുകളിലുള്ള സ്ട്രക്ചർ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അത് മാസ് മൂവ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ താഴേന്ന് ഒരു റോക്ക് എടുത്ത് കളഞ്ഞാൽ അവിടെ മാസ് മൂവ്മെന്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ് നമ്മൾ മുകളിൽ നിന്ന് ഉള്ള ലോഡ് എടുത്ത് മാറ്റുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രകൃതിയിൽ പലപ്പോഴും കല്ലുകള് വളരെ ബാലൻസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ നല്ല ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുത്ത് മാറ്റുക. ആ സാഹചര്യത്തിലും അവിടെ ആ സ്ട്രക്ചർ മൊത്തം കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ചെറുപ്പത്തിലേ നമ്മളൊക്കെ കാസിൽസ് ഉണ്ടാക്കാറുണ്ട് ചീട്ട് കൊണ്ട്. അപ്പൊ നമ്മൾ ചീട്ട് കൊണ്ട് ഇങ്ങനെ ചീട്ട് കൊട്ടാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ കാസിൽസ് ഉണ്ടാക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു തട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുകളിൽ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി, ആ കാസിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇതുപോലെ തന്നെയാണ് പ്രകൃതിയിൽ പല സ്ഥലങ്ങളിലും റോക്സ് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ മുകളിൽ നിന്ന് ഒരു റോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ മൊത്തം കൊളാപ്സ് ചെയ്യും. അപ്പൊ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഓർ ലോഡ് ഫ്രം എബവ്, ഇതുകൊണ്ടും എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? മാസ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് അപ്സർജ് ഇൻ ഹൈറ്റ് ഓഫ് ദ സ്ലോപ്പ്. സ്ലോപ്പിന്റെ ഉയരം കൂടുന്തോറും, ഇതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ UPSC-യിലും PSC-യിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ല UPSC-യിലും KS-ലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെസ്റ്റേൺ ഘാട്ടിനേക്കാളും കൂടുതൽ മാസ് മൂവ്മെന്റ് സംഭവിക്കുക നമ്മുടെ ഹിമാലയത്തിലാണ്. എന്തുകൊണ്ട്? വെസ്റ്റേൺ ഘാട്ടിനേക്കാളും കൂടുതൽ മാസ് മൂവ്മെന്റ് സംഭവിക്കുന്നത് ഹിമാലയത്തിലാണ്. എന്തുകൊണ്ടാ? കാരണം ഹൈറ്റ് കൂടുതലാ. ഹൈറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ സ്ലോപ്പ് കൂടുന്തോറും മാസ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം എടുത്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഉരുൾപൊട്ടൽ കേൾക്കുക? അല്ലെങ്കിൽ ഈ മാസ് മൂവ്മെന്റിൽ വരുന്ന ഒന്നാണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയും. അപ്പൊ ഈ ലാൻഡ് സ്ലൈഡ്സ് നമ്മുടെ കേരളത്തിൽ കേൾക്കുന്നത് എപ്പോഴാ? ഹെവി റെയിൻഫോൾ ഉള്ള സമയത്താണ്. അപ്പൊ ഹെവി റെയിൻഫോൾ കൊണ്ട് മാസ് മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഹെവി റെയിൻഫോൾ നടക്കുമ്പോൾ മഴവെള്ളം കല്ലുകൾക്കിടയിലും സോയിലിനിടയിലും കയറും. അങ്ങനെ മഴവെള്ളം കല്ലിനും സോയിലിനൊക്കെ ഇടയിൽ കയറി കഴിഞ്ഞാൽ അത് സ്ലിപ്പറി ആയി മാറും, അല്ലെങ്കിൽ അതൊരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അവിടെ വെതറിങ് അല്ല മാസ് മൂവ്മെന്റ് പെട്ടെന്ന് നടക്കും. അപ്പൊ ഹെവി റെയിൻഫോൾ കൊണ്ട് മാസ് മൂവ്മെന്റ് ഉണ്ടാവാം. ഇനി ഹിമാലയത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നവംബർ തുടങ്ങി ഫെബ്രുവരി വരെ ഹിമാലയൻ റൂട്ട് പണ്ടൊക്കെ ക്ലോസ് ചെയ്യുമായിരുന്നു, മണാലി റൂട്ടൊക്കെ. ഇപ്പൊ ക്ലോസ് ചെയ്യാറില്ല, കാരണം അടൽ ടണൽ വന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ്? കാരണം സ്നോഫോൾ കൂടുമ്പോൾ ലോഡ് കൂടും. ലോഡ് കൂടിക്കഴിയുമ്പോൾ മാസ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹെവി സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് സ്നോയുടെ ലോഡ് കൊണ്ട് എന്തുണ്ടാവാറുണ്ട്? മാസ് മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഹെവി റെയിൻഫോളും ഹെവി സ്നോഫോളും രണ്ടും മാസ് മൂവ്മെന്റിന് കാരണങ്ങളാണ്. പിന്നെ മാസ് മൂവ്മെന്റിന് കാരണമാണ് എക്സ്പ്ലോഷൻസ്, നമ്മുടെ ന്യൂക്ലിയർ എക്സ്പീരിമെന്റും കാര്യങ്ങളും, പിന്നെ എർത്ത് ക്വിക്സ്. ഇനി ഹിമാലയത്തിൽ ഇതുണ്ടാവാനുള്ള മാസ് മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ഒരു വേറൊരു പ്രധാന കാരണമാണ് എർത്ത് ക്വിക്ക്. കാരണം ഹിമാലയം ഇരിക്കുന്നത് പ്ലേറ്റ് ബൗണ്ടറിയിലാണ്. യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിക്കുന്ന സ്ഥലത്താണ് ഹിമാലയാസ് ഇരിക്കുന്നത്. അവിടെ എർത്ത് ക്വിക്ക് ഉണ്ടാവാറുണ്ട്. എർത്ത് ക്വിക്ക് ഉണ്ടാവുമ്പോഴും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം. ദെൻ ഡീഫോറസ്റ്റേഷൻ, കാടുകൾ വെട്ടിത്തെളിക്കുന്നത് കൊണ്ട് മാസ് മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയുമാണ് മാസ് മൂവ്മെന്റിന്റെ പ്രസീഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് സപ്പോർട്ട് ഫ്രം ബിലോ, പിന്നെ രണ്ടാമത്തെ റിമൂവൽ ഓഫ് സപ്പോർട്ട് ഫ്രം എബവ്, അല്ല റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഓർ ലോഡ് ഫ്രം എബവ്, ദെൻ അപ്സർജസ് ഇൻ ദി സ്ലോപ്സ് അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്സ്, ദെൻ നമ്മൾ പറഞ്ഞു ഹെവി റെയിൻഫോൾ, ഹെവി സ്നോഫോള്, പിന്നെ എക്സ്പ്ലോഷൻസ്, എർത്ത് ഡീഫോറസ്റ്റേഷൻ. ഇത്രയൊക്കെയാണ് പ്രസീഡിങ് ഫാക്ടേഴ്സ്. പക്ഷെ മാസ് മൂവ്മെന്റിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ മാസ് മൂവ്മെന്റ് എന്താ
പ്രസീഡിങ് ഫാക്ടേഴ്സ്, അതായത് അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് മാസ് മൂവ്മെന്റിനെ രണ്ടായിട്ട് തിരിക്കാം. മാസ് മൂവ്മെന്റ് നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ലോ മൂവ്മെന്റ് എന്നും റാപ്പിഡ് മൂവ്മെന്റ് എന്നും. മാസ് മൂവ്മെന്റ് നമ്മൾ രണ്ടായി തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ലോ മൂവ്മെന്റ്, റാപ്പിഡ് മൂവ്മെന്റ്. എന്താ സ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഡയാട്രോഫിസം എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഡയാട്രോഫിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്ലോ മൂവ്മെന്റ് ആണ്. ജോഗ്രഫിയിൽ സ്ലോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ജോഗ്രഫിയിൽ സ്ലോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒറ്റ ഒബ്സർവേഷനിൽ മനസ്സിലാവാത്ത മൂവ്മെന്റ്സ് എന്നാണ്. അതായത് ഒരു സിംഗിൾ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാവാത്ത മൂവ്മെന്റുകളെയാണ് ജോഗ്രഫിയിൽ നമ്മൾ സ്ലോ മൂവ്മെന്റ് എന്ന് പറയുക. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇവിടെ ഇത് സംഭവിക്കുന്നുണ്ട്. അത്തരം മൂവ്മെന്റുകളാണ് റാപ്പിഡ് മൂവ്മെന്റ്. സ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി പെർസീവ്ഡ് ത്രൂ സിംഗിൾ ഒബ്സർവേഷൻ. അങ്ങനെയുള്ള മൂവ്മെന്റുകളാണ് സ്ലോ മൂവ്മെന്റ്. ഇനി ഇത് മൂവ്മെന്റ് ക്യാൻ ബി പെർസീവ്ഡ് ത്രൂ സിംഗിൾ ഒബ്സർവേഷൻ, വി വിൽ കോൾ ഇറ്റ് ആസ് റാപ്പിഡ് മൂവ്മെന്റ്സ്. ഇനി നമുക്ക് ഈ സ്ലോ മൂവ്മെന്റിന്റെയും റാപ്പിഡ് മൂവ്മെന്റിന്റെയും ക്ലാസിഫിക്കേഷൻ ഒന്ന് കാണാം. അപ്പൊ സ്ലോ മൂവ്മെന്റിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ക്രീപ്പും സോളിഫ്ലക്ഷനും. എന്താണ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ? ക്രീപ്പ് എന്ന് പറഞ്ഞാൽ മലയാളം വേർഡിന്റെ അർത്ഥം ഇഴയുക എന്നാണ്. ഓക്കെ, ഇഴയുക, അതായത് അത്രയും സ്ലോ ആയിട്ടായിരിക്കും അവിടെ മെറ്റീരിയൽ മൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുക. ഇനി ഏത് മെറ്റീരിയൽ ആണോ ക്രീപ്പ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ക്രീപ്പിന് സോയിൽ ക്രീപ്പ്, റോക്ക് ക്രീപ്പ്, റോക്ക് ഗ്ലേഷ്യൽ ക്രീപ്പ് എന്ന് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ എന്ത് മെറ്റീരിയൽ ക്രീപ്പ് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ നമുക്ക് സോയിൽ ക്രീപ്പ്, റോക്ക് ക്രീപ്പ്, റോക്ക് ഗ്ലേഷ്യൽ ക്രീപ്പ് എന്ന് തിരിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ സോളിഫ്ലക്ഷൻ. ഇപ്പൊ ക്രീപ്പും സോളിഫ്ലക്ഷനുമാണ് സ്ലോ മൂവ്മെന്റിൽ വരിക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ക്രീപ്പ് എന്നുള്ള കാര്യം. ഇത് രണ്ടും സ്ലോ മൂവ്മെന്റ് ആണല്ലോ. സ്ലോ മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് ക്രീപ്പും സോളിഫ്ലക്ഷനും. അപ്പോ ക്രീപ്പ് എന്താണ്? ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി സ്ലോ മൂവ്മെന്റ്. എക്സ്ട്രീംലി സ്ലോ മൂവ്മെന്റ് ആണ് ക്രീപ്പ്. ഇനി ക്രീപ്പ് എല്ലാ സ്ഥലത്തും കാണില്ല, മോഡറേറ്റ് സ്ലോപ്പിലാണ് കാണുക. ക്രീപ്പിനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, എക്സ്ട്രീംലി സ്ലോ മൂവ്മെന്റ് ആണ്. രണ്ട്, അത് സ്റ്റീപ്പ് സ്ലോപ്സിലല്ല ഉണ്ടാവുക, മോഡറേറ്റ് സ്ലോപ്സിലാണ് ഉണ്ടാവുക. മൂന്ന്, എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷൻസിലൂടെ മാത്രമാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ക്രീപ്പിന് എക്സാമ്പിൾ ആണ് ഈ ഒരു പിക്ചർ. എന്താണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ ഈ പിക്ചറിൽ മരക്കുറ്റികളെല്ലാം ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ കാണുന്ന എല്ലാ മരക്കുറ്റികളും ചരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊരു സ്റ്റീപ്പ് സ്ലോപ്പ് അല്ല, ഇതൊരു ഗ്രാജുവൽ സ്ലോപ്പ് ആണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മൗണ്ടൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇതൊരു മൗണ്ടൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ മൗണ്ടന്റെ നമ്മൾ കുറച്ച് ചെടികൾ വെച്ചുപിടിപ്പിച്ചു അല്ലെങ്കിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ സ്വാഭാവികമായും ഈ മരങ്ങൾ നേരെയായിരിക്കും വളരുക. എന്തുകൊണ്ട് ഇവർ നേരെ വളരുന്നത്? കാരണം എന്താന്ന് ചോദിച്ചാൽ സൂര്യനെ ഫേസ് ചെയ്തിട്ടാണ്, സണ്ണിനെ ഫേസ് ചെയ്തിട്ടാണ് എപ്പോഴും വെജിറ്റേഷൻസ് ഗ്രോ ചെയ്യുക. അപ്പൊ ഇവിടെ ഈ പറയുന്ന നമ്മുടെ ട്രീസ് അല്ലെങ്കിൽ എന്താ ചെടികളെല്ലാം സൂര്യനെ ഫേസ് ചെയ്ത് നേരെ വളരണം. പക്ഷെ നിങ്ങൾ കുറെ നാൾ കഴിഞ്ഞ് ഇവർ നേരെയായിരിക്കും ആദ്യം വളരുക. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരെ വെച്ച ഈ ചെടികളെല്ലാം ചരിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവർ ചരിയുന്നത്? ഇവർ ചരിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സോയില്, ഇതിന്റെ സർഫസിലുള്ള സോയില് കാര്യമായി മൂവ് ചെയ്യുന്നുണ്ട്. ഇത് സർഫസിൽ സോയിൽ ഇങ്ങനെ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഈ സോയിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മരങ്ങൾ ഇങ്ങനെ ചരിഞ്ഞു വരികയാണ്. ഇതാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കി നിൽക്കാതെ മരങ്ങൾ ചരിയുന്നത് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് അവിടെ മരങ്ങൾ ചരിയുന്നത് കാണാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ മരങ്ങൾ ചരിയുന്നുണ്ട് എന്ന്. ഇതാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇറ്റ്സ് ആൻ എക്സ്ട്രീംലി സ്ലോ മൂവ്മെന്റ് ആണ്, മോഡറേറ്റ് സ്ലോപ്പിലാണ് നടക്കുന്നത്, എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി മിക്കവാറും ഇത് നടക്കുന്നത് ഡ്രൈ ഏരിയാസിലായിരിക്കും. അതായത് ഡ്രൈ സോയിൽ ആയിരിക്കും ഇവിടെ മൂവ് ചെയ്യുക.
ഡ്രൈ സോയിൽ ആയിരിക്കും ഇവിടെ മൂവ് ചെയ്യുക. അടുത്ത ഒരു സ്ലോ മൂവ്മെന്റ് ആണ് സോളിഫ്ലക്ഷൻ. എന്താണ് സോളിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? എന്താ ക്രീപ്പും സോളിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ് സോളിഫ്ലക്ഷന്റെ ഒരു പിക്ചർ. ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും വെള്ളം ഒഴുകുന്നത് പോലെയാണ് ഇവിടെ സോയിൽ മൂവ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇവിടെ വെള്ളം ഒഴുകുന്നത് പോലെ സോയിൽ മൂവ് ചെയ്തേക്കുന്നു. അപ്പൊ ഇവിടെ സോയിൽ മൂവ് ചെയ്യുന്നത് വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടാണ്. വാട്ടർ സാച്ചുറേറ്റഡ് സോയിലിന്റെ മൂവ്മെന്റിനെയാണ് സോളിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് സോളിഫ്ലക്ഷൻ? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽ. ഇനി വെള്ളത്തിൽ കുതിർന്ന മണ്ണാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഇത് ഒരു സ്ലോ മൂവ്മെന്റ് ആണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ഒബ്സർവേഷനിൽ മനസ്സിലാവില്ല. ഒരു എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സോയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സോയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഇത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കാണുക? ഇത് കാണുന്നത് മോയിസ്റ്റ് ഡെസിഡ്യൂസ് റീജിയനിലാണ്, മോയിസ്റ്റ് ടെമ്പറേറ്റ് റീജിയനിലാണ്. ഇത് കാണുന്നത് മോയിസ്റ്റ് ടെമ്പറേറ്റ് റീജിയനിലാണ്. എന്താണ് മോയിസ്റ്റ് ടെമ്പറേറ്റ് റീജിയന്റെ പ്രത്യേകത? മോയിസ്റ്റ് ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെമ്പറേറ്റ് റീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസണലി മഞ്ഞ് കാണുന്ന സ്ഥലങ്ങളാണ് ടെമ്പറേറ്റ് റീജിയൻ. അതായത് വിന്റർ സീസണിൽ മഞ്ഞ് മൂടിക്കിടക്കുകയും സമ്മർ സീസണിൽ മഞ്ഞ് കാണാതാവുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ് ടെമ്പറേറ്റ് റീജിയൻ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, വിന്റർ സീസണിന്റെ അവസാനത്തോടു കൂടി സോയിലിനെ കവർ ചെയ്തിരിക്കുന്ന സ്നോ മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോയിലിനെ കവർ ചെയ്തിരിക്കുന്ന സ്നോ സ്ലോലി മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വളരെ സ്ലോലി ആണ് ഇവിടെ സ്നോ മെൽറ്റ് ചെയ്യുക. അപ്പോൾ സ്നോ മെൽറ്റ് ചെയ്യുന്ന ആ വെള്ളം സോയിലിലോട്ട് സാവധാനം ഇറങ്ങിച്ചെല്ലും. വളരെ സാവധാനത്തിലാണ് ഇത് നടക്കുന്നത്. അതിനനുസരിച്ച് സോയില് ആഴ്ചകൾ എടുത്ത് മൂവ് ചെയ്യും. ഇതാണ് സോളിഫ്ലക്ഷൻ. ഓക്കെ, സോളിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സാച്ചുറേറ്റഡ് സോയിലിന്റെ മൂവ്മെന്റ് ആണ്. പക്ഷെ ഇതൊരു എക്സ്ട്രീംലി സ്ലോ മൂവ്മെന്റാ. ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാവില്ല സോയിൽ ഒഴുകുന്നതായിട്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് മോയിസ്റ്റ് ടെമ്പറേച്ചർ റീജിയനിലാണ് കാണുക, അതായത് മഞ്ഞുരുകുന്ന സ്ഥലങ്ങളിൽ. ഇവിടെ മഞ്ഞുരുകുമ്പോൾ ആ മഞ്ഞ് വളരെ സ്ലോലിയാണ് ഉരുകി വരുന്നത്. ആ മഞ്ഞ് ഉരുകുന്നതിനനുസരിച്ച് വെള്ളം സോയിലിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും ആ സോയിൽ വെള്ളത്തിൽ സാച്ചുറേറ്റഡ് ആവുകയും ചെയ്യും. അത് മൂവ് ചെയ്യും. അപ്പോൾ സോളിഫ്ലക്ഷനും ക്രീപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ടും സ്ലോ മൂവ്മെന്റാ. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ക്രീപ്പില് ഡ്രൈ സോയിലാണ് മൂവ് ചെയ്യുന്നത്, സോളിഫ്ലക്ഷനിൽ വാട്ടർ സാച്ചുറേറ്റഡ് സോയിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ക്രീപ്പിനേക്കാളും ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റർ മൂവ്മെന്റ് ആണ് സോളിഫ്ലക്ഷൻ. സോളിഫ്ലക്ഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റർ ദാൻ ദ സ്ലോ ക്രീപ്പ്. ക്രീപ്പിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ് സോളിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്താ സ്ലോ മൂവ്മെന്റ്സ്. ഇനി നമ്മൾ റാപ്പിഡ് മൂവ്മെന്റ്സ് ആണ് നോക്കുക. റാപ്പിഡ് മൂവ്മെന്റ്സിനെ നമ്മൾ 4 ആയിട്ടാണ് തിരിക്കുക. വി ക്യാൻ ക്ലാസിഫൈ റാപ്പിഡ് മൂവ്മെന്റ്സ് ഇൻടു 4. ആ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലോ, അവലാഞ്ച്, ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ. ഈ 4 എണ്ണമാണ് റാപ്പിഡ് മൂവ്മെന്റിൽ വരിക. ഫ്ലോ, അവലാഞ്ച്, ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ. എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളം ഒഴുകുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോയിലും മഡൊക്കെ ഒഴുകുന്നതിനെയാണ് ഫ്ലോ എന്ന് പറയുക. നമ്മൾ വെള്ളം ഒഴുകുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ വെള്ളം ഒഴുകുന്നുണ്ടെന്ന്? അതായത് ഒരു സിംഗിൾ ഒബ്സർവേഷനിൽ മനസ്സിലാവുന്ന രീതിയിൽ സോയിൽ അല്ലെങ്കിൽ മഡ് മൂവ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ അവിടെ സോയിൽ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവലാഞ്ച് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫ്ലോയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്ലോയും സോളിഫ്ലക്ഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഫ്ലോയും സോളിഫ്ലക്ഷനും തമ്മിൽ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? ഫ്ലോയും സോളിഫ്ലക്ഷനും തമ്മിൽ കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്. സോളിഫ്ലക്ഷനിലും വാട്ടർ സാച്ചുറേറ്റഡ് സോയിലാണ് മൂവ് ചെയ്യുക, ഫ്ലോയിലും വാട്ടർ സാച്ചുറേറ്റഡ് സോയിലാണ് മൂവ് ചെയ്യുക. രണ്ടിലും വെള്ളത്തിൽ കുതിർന്നാണ് സോയിലും മഡൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സോളിഫ്ലക്ഷനെയും ഫ്ലോയെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിന്റെ സ്പീഡാണ്.
സോളിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 2-3 ആഴ്ച നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ സോയിൽ ഫ്ലോ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റർ. കണ്ടോ, അത് ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ സർഫസ് ലെയേഴ്സിൽ മാത്രമായിരിക്കും നടക്കുക. പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരു സിംഗിൾ ഒബ്സർവേഷനിൽ മനസ്സിലാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഒബ്സർവേഷനിൽ നമുക്ക് ആ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യം. കണ്ട, ഇത് ശരിക്കും സോയിൽ ഇറോഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടില് മഴ പെയ്യുമ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്ന കാണാറുണ്ട്. ഇത് തന്നെയാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ സോയിൽ ഫ്ലോ ഈസ് കോമൺ ഇൻ റെയിൻഫോൾ ഏരിയാസ്. ഓക്കെ, റെയിൻഫോൾ ഏരിയാസിലാണ് എന്ത് കാണുക, ഈ സോയിൽ ഫ്ലോ കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സോയിൽ ഫ്ലോ ഇസ് കോമൺ ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ് ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻ. ട്രോപ്പിക്സിന്റെ ഇക്വറ്റോറിയന്റെ പ്രത്യേകത മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ നന്നായി കാണാൻ പറ്റും. മഴ പെയ്യുമ്പോൾ മണ്ണ് ഒലിച്ചു വരുന്നതാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ സോളിഫ്ലക്ഷനും സോയിൽ ഫ്ലോയിലും വാട്ടർ സാച്ചുറേറ്റഡ് സോയിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ സോളിഫ്ലക്ഷനേക്കാളും ഫാസ്റ്റർ ആണ് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ നോക്കി നിൽക്കാതെ നമുക്കത് മൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അടുത്താണ് മഡ് ഫ്ലോ. അപ്പൊ മഡ് ഫ്ലോയും സോയിൽ ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചെളി ഒഴുകി വരുന്നതാണ് മഡ് ഫ്ലോ. അല്ല, മഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സ്ഥലങ്ങളിൽ, ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സ്ഥലങ്ങളിൽ, ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സ്ഥലങ്ങളിൽ വോൾക്കാനിക് ആഷസും കാര്യങ്ങളും ഒഴുകി വരുന്നതിനെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ, എന്താ, മഡ് ഫ്ലോ എന്ന് പറയാ. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ആഷസും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ആഷസും കാര്യങ്ങളും മഴവെള്ളത്തിനൊപ്പം ലയിച്ചു വരുന്നതിനെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ സോയിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ഒഴുക്കാണ്. മഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ആഷസ് ഒഴുകി വരുന്നതാ. ഇത് രണ്ടും ഫാസ്റ്റർ മൂവ്മെന്റ്സിൽ വരുന്നതാണ്. ഇത് രണ്ടും നമുക്ക് കണ്ടു നിൽക്കാതെ മനസ്സിലാവും. ഇനി ഇത് രണ്ടും റെയിൻഫോൾ ഏരിയാസിലാണ് സംഭവിക്കുക. ഇനി റാപ്പിഡ് മൂവ്മെന്റിൽ അടുത്ത് വരുന്നതാണ് ലാൻഡ് സ്ലൈഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉരുള് പൊട്ടുക എന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനം. കണ്ടോ, ഇതാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. മലയിൽ നിന്ന് എന്താ ചെളിയും മണ്ണും റോക്സ് എല്ലാം കൂടെ ഒഴുകി വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒന്നി എന്താ തെന്നി വരുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുക. ലാൻഡ് സ്ലൈഡ് ഫ്ലോയിനേക്കാളും ഫാസ്റ്റർ ആണ്. വെരി റാപ്പിഡ് മൂവ്മെന്റ് ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രീപ്പ് കണ്ടു. ക്രീപ്പിനേക്കാളും ഫാസ്റ്റർ ആണ് സോളിഫ്ലക്ഷൻ. സോളിഫ്ലക്ഷനേക്കാളും ഫാസ്റ്റർ ആണ് ആര്, നമ്മുടെ ഫ്ലോ. ഫ്ലോയിനേക്കാളും ഫാസ്റ്റർ ആണ് ലാൻഡ് സ്ലൈഡ്. നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ സ്ലൈഡർ പണ്ടൊക്കെ കളിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലേക്ക്. എന്താ സ്ലൈഡർ എന്ന് പറയുന്നത്? നമ്മുടെ ഊർന്നിറങ്ങി കളിക്കുന്ന സാധനം. അപ്പൊ ഈ സ്ലൈഡറിലൂടെ നമ്മളിങ്ങനെ ഊർന്നിറങ്ങി കളിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ആ വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാൻഡ് സ്ലൈഡ് എന്നാണ്. ദാറ്റ് മീൻസ് സ്ലൈഡിങ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് റോക്ക്, സോയിൽ, മഡ്, ഗ്ലേഷ്യേഴ്സ് ത്രൂ ദ സ്ലോപ്പ് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടന്റെ സ്ലോപ്പിലൂടെ റോക്ക്, അതുപോലെ തന്നെ മഡ്, സോയിലൊക്കെ തെന്നി വരുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ലൈഡിങ് ഓഫ് റോക്സ്, മഡ്, സോയിൽ ത്രൂ ദ സ്ലോപ്സ് ഓഫ് എ മൗണ്ടൻ. ഇതാണ് ലാൻഡ് സ്ലൈഡ് എന്ന് നമ്മൾ പറയുക. ഇനി ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് വെരി റാപ്പിഡ് മൂവ്മെന്റ്, നല്ല സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സാണ്. അത് മാത്രമല്ല, ഇതുവരെ നമ്മൾ പഠിച്ച 3 പ്രോസസ്സുകളും ക്രീപ്പ്, സോളിഫ്ലക്ഷൻ, ഫ്ലോ, ഇത് 3ഉം നമ്മൾ ഡിസാസ്റ്റർ ആയി പരിഗണിക്കുന്നില്ല. പക്ഷെ ലാൻഡ് സ്ലൈഡ് അങ്ങനെയല്ല. ലാൻഡ് സ്ലൈഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിസാസ്റ്റർ. ലാൻഡ് സ്ലൈഡിനെ നമ്മൾ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു ഫാസ്റ്റർ മൂവ്മെന്റാണ്. ഇതുണ്ടാവുമ്പോൾ ഒരു ലാർജ് സ്കെയിൽ നാശനഷ്ടങ്ങൾ, ഡാമേജസ് ടു ദ പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ഉണ്ടാവുന്നുണ്ട്. ലാർജ് സ്കെയിൽ ഡാമേജ് ടു ദി പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡിസാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇത്ര ഓർത്താൽ മതി, സ്ലൈഡിങ് ഓഫ് എന്താ റോക്ക്, സോയിൽ, മഡ് ത്രൂ ദ സ്ലോപ്സ് ഓഫ് എ മൗണ്ടൻ. ഇറ്റ്സ് എ വെരി റാപ്പിഡ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിസാസ്റ്റർ. ഇനി നമ്മൾ ലാൻഡ് സ്ലൈഡ് പറയുമ്പോൾ തന്നെ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം റോക്ക് ഫോൾ ആണ്. നമ്മുടെ നാട്ടില് ലാൻഡ് സ്ലൈഡിനെയും റോക്ക് ഫോളിനെയും രണ്ടിനെയും നമ്മൾ പൊതുവെ റെഫർ ചെയ്യുന്നത് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഉരുൾപൊട്ടൽ എന്നാണ് നമ്മൾ രണ്ടിനെയും വിളിക്കുന്നത്. പക്ഷെ ജോഗ്രഫിയിൽ ഈ 2 ടെർമിനോളജീസും ഡിഫറെന്റ് ആണ്. ഫോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ഫ്രീ ഫോൾ ഓഫ് ദി മെറ്റീരിയൽ എന്നാണ്. ഫ്രീ ഫോൾ ഓഫ് മെറ്റീരിയലിന് മാത്രമാണ് ജോഗ്രഫിയിൽ ഫോൾ എന്ന വേർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. റോക്ക് ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിൽ നിന്ന് റോക്സ് ഫ്രീ ഫോൾ ചെയ്യുന്നതിനെയാണ് റോക്ക് ഫോൾ എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ ഫ്രീ ഫോൾ ഓഫ് റോക്സ് ഫ്രം എ ക്ലിഫ് ഓർ എ സ്റ്റീപ്പ്. ഫ്രീ ഫോൾ ഓഫ് എ rock from a cliff or steep slope is known as rock fall. അതിനെയാണ് നമ്മൾ rock fall എന്ന് പറയുക. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ വാട്ടർഫോൾസ് കാണാറുണ്ട് കേരളത്തില്. അപ്പൊ ഞാനിത് ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നേ ഉള്ളൂ ആ ഫോൾ എന്ന വേർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാല്, ചീയപ്പാറ, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം, വിക്ടോറിയ, ഇതിനൊക്കെ എന്താ വാട്ടർഫോൾ എന്ന് തന്നെ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിരപ്പള്ളി, വാഴച്ചാല് അല്ലെങ്കിൽ ഈ നയാഗ്ര, വിക്ടോറിയ വാട്ടർഫോളിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ കുത്തനെയാണ് അവിടെ വന്ന് വീഴുന്നത്. വെള്ളം നല്ല കുത്തായ ചെരുവിൽ നിന്നാണ് താഴോട്ടേക്ക് വീഴുന്നത്. ഒരു ക്ലിഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിൽ നിന്നാണ് താഴോട്ട് വീഴുന്നത്. ഇനി നമ്മൾ ഈ വയനാട്, ഇടുക്കിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറെ പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളം വരുന്ന കാണാറുണ്ട്. ഇങ്ങനെ എന്താ വെച്ചാ അടുക്കി വെച്ചിരിക്കുന്ന പാറകളുടെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ചാടി ചാടി വരുന്ന ഒരു സംഭവം കാണാറുണ്ട്. അതേ നമ്മൾ വെള്ളച്ചാട്ടം എന്ന് വിളിക്കുക. ഇങ്ങനെ തെന്നി തെന്നി വെള്ളം വരുന്നതാണ്. ഇത് നമ്മുടെ വാട്ടർഫോളിനേക്കാളും കാണാൻ ഭംഗി ഈ സാധനമാണ്. പക്ഷെ ഇതിനെ നമ്മൾ ശരിക്കും ജോഗ്രഫിയിൽ, നമ്മൾ മലയാളത്തിൽ വാട്ടർഫോൾ എന്നാ പറയുക, പക്ഷെ ജോഗ്രഫിയിൽ ശരിക്കും നമ്മൾ ഇതിനെ വാട്ടർഫോൾ എന്ന് വിളിക്കില്ല. ഇതിനെ നമ്മൾ റാപ്പിഡ്സ് എന്നാ വിളിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാപ്പിഡ്സ്. നമ്മൾ കയാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലത് റാപ്പിഡ്സിൽ കൂടെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫോൾ എന്ന് ജോഗ്രഫിയിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഫ്രീ ഫോൾ ആയിരിക്കും. ഫ്രീ ഫോൾ ഓഫ് വാട്ടർ ആണ് വാട്ടർഫോൾ. സ്ലൈഡിങ് ഓഫ് വാട്ടർ ത്രൂ ദ റോക്സിനെ വിളിക്കുന്ന റാപ്പിഡ്സ് എന്നാ. ഇതുപോലെ തന്നെയാണ് ലാൻഡ് സ്ലൈഡിന്റെ കേസിലും. ലാൻഡ് സ്ലൈഡിന്റെ കേസിൽ ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ ഇറ്റ് ഷുഡ് ബി ദ സ്ലൈഡിങ് ഓഫ് റോക്സ് ഓർ സോയിൽ ഓർ ഡെബ്രിസ് ത്രൂ ദി സ്ലോപ്പ് ഓഫ് എ മൗണ്ടൻ ആയിരിക്കണം. റോക്ക് ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ ഫോൾ ഓഫ് റോക്ക് ആയിരിക്കണം ഫ്രം എ ക്ലിഫ് ഓർ സ്റ്റീപ്പ് സ്ലോപ്പ്. ഇനി എപ്പോഴും ലാൻഡ് സ്ലൈഡിനേക്കാളും സ്പീഡ് കൂടുതൽ റോക്ക് ഫോളിനായിരിക്കും, കാരണം ഫ്രീ ഫോൾ ആണല്ലോ, ഫ്രിക്ഷൻ ഇല്ല. സോ ലാൻഡ് സ്ലൈഡിനേക്കാളും സ്പീഡ് കൂടുതൽ റോക്ക് ഫോളിനാണ്. ഇനി മറ്റൊരു സാധനമാണ് അവലാഞ്ച്. എന്താണ് അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൂവ്മെന്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്നോ ആൻഡ് ഐസ് ത്രൂ ദ സ്ലോപ്സ് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടന്റെ സ്ലോപ്പിലൂടെ ഐസ് അല്ലെങ്കിൽ സ്നോ മൂവ് ചെയ്യുന്നതിനെയാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. അതായത് ഗ്ലേഷ്യേഴ്സ് സ്ലൈഡ് ചെയ്യുന്നതിനെയാണ് അവലാഞ്ച് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ബാഹുബലി 1 കണ്ടിട്ടുണ്ടെങ്കിൽ തമന്നയും പ്രഭാസും കൂടെ ഒരു മൗണ്ടന്റെ മുകളിലൂടെ നടന്നിങ്ങനെ വരുമ്പോൾ മഞ്ഞുമല ഇടിഞ്ഞു വരുന്ന ഒരു സീൻ ഉണ്ട്. അത് തന്നെയാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് റാപ്പിഡ് മൂവ്മെന്റ്സിൽ വരിക. അപ്പൊ റാപ്പിഡ് മൂവ്മെന്റ്സിൽ വരുന്നതാണ് ഏതൊക്കെ? ഫ്ലോ. ഫ്ലോയിൽ ഞാൻ പറഞ്ഞു ഏത് മെറ്റീരിയൽ ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് സോയിൽ ഫ്ലോ, മഡ് ഫ്ലോ എന്ന് പറയാം. ഇവിടെ വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽ അല്ലെങ്കിൽ മഡാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ പ്രത്യേകത സോളിഫ്ലക്ഷനേക്കാളും ഫാസ്റ്റർ ആണ്. സിംഗിൾ ഒബ്സർവേഷനിൽ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ലാൻഡ് സ്ലൈഡ് നമ്മൾ പറഞ്ഞു സ്ലൈഡിങ് ഓഫ് മെറ്റീരിയൽ ത്രൂ ദി സ്ലോപ്സ് ഓഫ് എ മൗണ്ടൻ ആണ്. പക്ഷെ ഫാസ്റ്റർ മൂവ്മെന്റ് ആണ്. വി കൺസിഡർ ഇറ്റ് ആസ് എ ഡിസാസ്റ്റർ. റോക്ക് ഫോൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോൾ ഓഫ് റോക്ക്. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റർ ദാൻ ലാൻഡ് സ്ലൈഡ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ റോക്ക് ഫോളും ഡിസാസ്റ്റർ ആണ്, അവലാഞ്ചയും ഡിസാസ്റ്റർ ആണ്. ലാൻഡ് സ്ലൈഡ്, അവലാഞ്ച്, റോക്ക് ഫോൾ, ഇത് മൂന്നും ഡിസാസ്റ്റർ ആണ്. ബിക്കോസ് ദേ ആർ വെരി റാപ്പിഡ് മൂവ്മെന്റ്സ്. അവലാഞ്ച് എന്ന് പറയുമ്പോൾ ലാൻഡ് സ്ലൈഡ് തന്നെയാണ്, പക്ഷെ അവിടെ സ്ലൈഡ് ചെയ്യുന്നത് സ്നോ ആണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാസ് മൂവ്മെന്റിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആയിരിക്കും, കുഴപ്പമില്ല. അറിയാവുന്ന എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റിയാലും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, വെദറിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെന്റ്. വെദറിംഗ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത് മാസ് മൂവ്മെന്റ്. ശരിയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു വെദറിംഗ് ഈസ് നോട്ട് നെസസറി ഫോർ മാസ് മൂവ്മെന്റ്, ബട്ട് വെദറിംഗ് എയ്ഡ്സ് മാസ് മൂവ്മെന്റ്. പക്ഷെ വെദറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാസ് മൂവ്മെന്റ് എളുപ്പത്തിൽ നടക്കും. മാസ് മൂവ്മെന്റ്സ് ആർ ഡ്രിവൺ ബൈ ജിയോമോർഫിക് ഏജന്റ്. ഞാൻ പറഞ്ഞു അല്ല, ജിയോമോർഫിക് ഏജന്റ് കൊണ്ട് മെറ്റീരിയൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇറോഷൻ എന്നാണ് പറയുക. ഇറ്റ്സ് നോട്ട് മാസ് മൂവ്മെന്റ്. ജിയോമോർഫിക് ഏജന്റ് കൊണ്ട് ഉണ്ടാവുന്ന മൂവ്മെന്റിനെ ഇറോഷൻ എന്നാണ് പറയുക. മാസ് മൂവ്മെന്റ് നടക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത, വിച്ച് ഈസ് കോമൺലി ഹാപ്പൻ അലോങ് ദ സ്റ്റീപ്പ് സൈഡഡ് ഹിൽസ്. അത് ശരിയാണ്, മാസ് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്റ്റീപ്പ് സൈഡിലില്ല, കോമൺലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ്, മെയിൻ ആയിട്ട് മാസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് സ്റ്റീപ്പ് ഹിൽസിലാണ്. പക്ഷേ മോഡറേറ്റ് സ്ലോപ്സിൽ ഉണ്ടാവാം, പക്ഷെ വളരെ റെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, 3 ശരിയാണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ സി 1 and 3 only. ഓപ്ഷൻ സി 1 and 3 only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോളിഫ്ലക്ഷൻ എവിടെ കാണുന്നു എന്നുള്ളത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി മോയിസ്റ്റ് ടെമ്പറേറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മോയിസ്റ്റ് ടെമ്പറേറ്റ് റീജിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാപ്പിഡ് മൂവ്മെന്റ്. റാപ്പിഡ് മൂവ്മെന്റ് അല്ലാത്തത്. ഫ്ലോ റാപ്പിഡ് ആണ്, സോളിഫ്ലക്ഷൻ റാപ്പിഡ് അല്ല, അവലാഞ്ചെ റാപ്പിഡ് ആണ്, ലാൻഡ് സ്ലൈഡ്സ് റാപ്പിഡ് ആണ്. ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി സോളിഫ്ലക്ഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാസ് മൂവ്മെന്റ് എന്ന ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മേജർ ലാൻഡ് ഫോംസ് ആണ്. അപ്പൊ മേജർ ലാൻഡ് ഫോംസിന്റെ ഫയൽ ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ മേജർ ലാൻഡ് ഫോം നമുക്കറിയാം. ഭൂമിയിൽ കാണുന്ന മേജർ ലാൻഡ് ഫോംസിൽ വരുന്ന സംഭവങ്ങളാണ് നമ്മുടെ മൗണ്ടൻസ്, പ്ലെയിൻസ്, ഐലൻഡ്സ്, പ്ലേറ്റ്യൂസ്. മൗണ്ടൻസ്, പ്ലെയിൻസ്, ഐലൻഡ്സ് ആൻഡ് പ്ലേറ്റ്യൂസ്. ഇത് കൂടാതെ ഒരെണ്ണവും കൂടി ഉണ്ട്, ഡെസേർട്ട്. ഡെസേർട്ട് നമ്മളിപ്പോ ഇവിടെ പഠിക്കില്ല. റീസൺ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെസേർട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമറ്റോളജി തീർക്കണം, അതുപോലെ തന്നെ ഓഷ്യൻ കറന്റ് മൂവ്മെന്റിനെ കുറിച്ചും അറിയണം. അപ്പൊ ഡെസേർട്ട് എപ്പോഴാണ് പഠിച്ചു തീരുക എന്ന് വെച്ചാൽ ജോഗ്രഫി പഠിച്ചു തീരുമ്പോഴാണ് ഡെസേർട്ട് പഠിച്ചു തീരുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേജർ ലാൻഡ് ഫോംസ്. മേജർ ലാൻഡ് ഫോംസിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസ്. ഇവ ഓരോന്നിന്റെയും ടൈപ്സ് നമ്മൾ പഠിക്കും, ഇവ ഓരോന്നിന്റെയും ഫോർമേഷൻ നമ്മൾ പഠിക്കും, ഇവ ഓരോന്നിന്റെയും എക്സാമ്പിൾസും നമ്മൾ പഠിക്കും. മൗണ്ടൻസ്, പ്ലെയിൻ, പ്ലേറ്റ്യൂസ് ആണ് KS അല്ലെങ്കിൽ PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഐലൻഡ്സ് ചോദിക്കാറില്ല. ഐലൻഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പ്ലേറ്റ് ടെക്ടോണിക്സിൽ വിവരിച്ചു തന്നതാണ്, വോൾക്കാനിക് ഐലൻഡ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത്. ഇനി നമ്മൾ ആൻഡമാൻ നിക്കോബർ ദ്വീപും അതുപോലെ തന്നെ ലക്ഷദ്വീപും പഠിക്കുമ്പോൾ നമ്മൾ ഐലൻഡ് ഫോർമേഷനെ കുറിച്ച് അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഡെസേർട്ട് ഫോർമേഷനെ കുറിച്ച് ക്ലൈമറ്റോളജിയും ഓഷ്യനോഗ്രഫിയും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് മൗണ്ടൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മൗണ്ടൻസ്. എന്താണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്? മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ എലവേറ്റഡ് ലാൻഡ് ഏരിയാസ് ആണ്. എലവേറ്റഡ് ലാൻഡ് ഏരിയാസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയെങ്കിൽ പ്ലേറ്റ്യൂവും എലവേറ്റഡ് ലാൻഡ് ഏരിയ ആണല്ലോ,
ഇപ്പൊ പ്ലേറ്റ്യൂ എലവേറ്റഡ് ലാൻഡ് ഏരിയ ആണ്, മൗണ്ടനും എലവേറ്റഡ് ലാൻഡ് ഏരിയ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൗണ്ടൻ ഈസ് ഹാവിങ് എ ലിമിറ്റഡ് സബ്മിറ്റ്. ലിമിറ്റഡ് സബ്മിറ്റ് ആണ്. ലിമിറ്റഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം ചുരുങ്ങിയാണ് ഇരിക്കുന്നത് മൗണ്ടൻസിന്റെ. സോ മൗണ്ടൻസ് ആർ എലവേറ്റഡ് ലാൻഡ് ഏരിയ വിത്ത് ലിമിറ്റഡ് സബ്മിറ്റ്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ട്രക്ചറിനെ മൗണ്ടൻ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 300 മീറ്റർ എങ്കിലും ഉയരം വേണം. 300 മീറ്ററോ അതിലധികമോ ഉയരമുള്ള സ്ട്രക്ചേഴ്സിനെയാണ് മൗണ്ടൻസ് എന്ന് വിളിക്കുക. അപ്പൊ മൗണ്ടൻ ഈസ് ആൻ എലവേറ്റഡ് പോർഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ് വിത്ത് ലിമിറ്റഡ് സബ്മിറ്റ് and the landform should have at least 1000 feet or 3000 meters height അതിന് ആവശ്യം ആണ്. ഇനി മൗണ്ടൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മൗണ്ടൻസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. We can classify mountains into 4: fold mountain, block mountain, volcanic mountain and residual mountain. We can classify mountains into 4: fold mountain, block mountain, volcanic mountain and residual mountain. അപ്പോൾ എന്താണ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്ലേറ്റ് ടെക്ടോണിക്സിൽ പഠിച്ചതാണ്. ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവുന്നത് പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ ടെക്ടോണിക് മൂവ്മെന്റ് കൊണ്ടാണ്. നമുക്കറിയാം, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോഴാണ് ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവുക. അപ്പൊ ഒരു കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്താലാണ് ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവുക. ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ് ബൈ ദി കൺവേർജൻസ് ഓഫ് പ്ലേറ്റ്സ്. പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്താലാണ് ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവുക. ഇനി ഏതൊക്കെ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ കോണ്ടിനെന്റ് തമ്മിൽ കൺവേർജ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ കോണ്ടിനെന്റ് തമ്മിൽ കൺവേർജ് ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടിനെന്റും ഓഷ്യനും തമ്മിൽ കൺവേർജ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ കോണ്ടിനെന്റും തമ്മിൽ കൺവേർജ് ചെയ്യണം, അല്ലെങ്കിൽ കോണ്ടിനെന്റ് ഓഷ്യനും കൺവേർജ് ചെയ്താൽ ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, ഫോൾഡ് മൗണ്ടൻസ് ഫോം ചെയ്യുന്നത് പ്ലേറ്റ് കൺവേർജൻസ് കൊണ്ടാണ്. പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുന്നത് കൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കംപ്രഷണൽ ഫോഴ്സ് ആണ്. നമ്മളോട് ചോദിക്കും, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രഷണൽ ഫോഴ്സ് ആണ്. കോണ്ടിനെന്റ് കൺവേർജൻസിലും ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസിലും ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവാം. ഇനി ഈ ഫോൾഡ് മൗണ്ടൻസ് ആണ് മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്നറിയപ്പെടുന്നത്. PSC ചോദിക്കും, മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്നറിയപ്പെടുന്ന മൗണ്ടൻസ് ഏതാണ്? അത് നമ്മുടെ ഫോൾഡ് മൗണ്ടൻ. എന്തുകൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്നറിയപ്പെടുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉയരം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫോൾഡ് മൗണ്ടൻസിന്റെ ഉയരം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാ? എത്ര നാള് ഈ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമോ അത്രയും നാൾ ഇതിന്റെ ഉയരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേ ഇരിക്കും. ലോകത്തിലുള്ള എല്ലാ ഉയരം കൂടിയ മൗണ്ടൻസും ഫോൾഡ് മൗണ്ടൻസ് ആണ്. ലോകത്തിലുള്ള എല്ലാ ഉയരം കൂടിയ മൗണ്ടൻസും ഫോൾഡ് മൗണ്ടൻസ് ആണ്. സോ ഫോൾഡ് മൗണ്ടൻസ് ആർ മെയിൻലി നോൺ ആസ് മൗണ്ടൻസ് ഓഫ് എലവേഷൻ ആൻഡ് ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഫോൾഡ് മൗണ്ടൻസിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അതിനു മുമ്പ് ഫോൾഡ് മൗണ്ടൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കണ്ടോ, ഇവിടെ ഫോൾഡ് മൗണ്ടൻ ഫോം ചെയ്യുന്നത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ. ഫോൾഡ് മൗണ്ടൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ഫോൾഡ് മൗണ്ടൻസ് ഇൻടു 2: യങ് ഫോൾഡ് മൗണ്ടൻ ആൻഡ് ഓൾഡ് ഫോൾഡ് മൗണ്ടൻ. വി ക്യാൻ ക്ലാസിഫൈ mountains into 2: young fold mountain and old fold mountain. ഇനി യങ് ഫോൾഡ് മൗണ്ടനും ഓൾഡ് ഫോൾഡ് മൗണ്ടനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യങ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. അവർ ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് യങ് എന്ന് വിളിക്കുക. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫോൾഡ് മൗണ്ടനിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് ഡെന്യൂഡേഷൻ ആണ്. ദേ ആർ നോട്ട് ഗ്രോയിങ്. അവർ വളരുന്നില്ല. അവിടെ വളരുന്നതിന് പകരം അപരദനമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിമ്നീകരണം എന്ന് പറയും. അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് യങ് ഫോൾഡ് മൗണ്ടൻ ഹാവ് ആക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറീസ്. യങ് ഫോൾഡ് മൗണ്ടന്റെ പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്. ദേ ഹാവ് ആക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി. അവരുടെ പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്.
ഓൾഡ് ഫോൾഡ് മൗണ്ടൻ്റെത് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ് ബൗണ്ടറി ആണ്. ദേ ഹാവ് ആക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ഹാവിങ് ഇനാക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി. അവരുടേത് ഇനാക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി ആണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, ഫോൾഡ് മൗണ്ടൻസിന് രണ്ടായി തിരിക്കാം. യങ് ഫോൾഡ് മൗണ്ടൻ എന്നും ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്നും. യങ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഗ്രോയിങ്. ഇൻസ്റ്റെഡ് ഓഫ് ഗ്രോത്ത് denudation is happening there. പിന്നെ നമ്മൾ പറഞ്ഞു യങ് ഫോൾഡ് മൗണ്ടനില് പ്ലേറ്റ് ബൗണ്ടറി ആക്റ്റീവ്, അതായത് അവിടെ ഇപ്പോഴും പ്ലേറ്റ് തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഓൾഡ് ഫോൾഡ് മൗണ്ടനിൽ കൺവേർജൻസ് നടക്കുന്നില്ല, പ്ലേറ്റ് ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് അവരെ ഇനാക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് നമ്മൾ പറയുന്നത്. ഇനി യങ് ഫോൾഡ് മൗണ്ടൻ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാ മൗണ്ടൻസും. യങ് ഫോൾഡ് മൗണ്ടൻസിന് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓക്കെ, യങ് ഫോൾഡ് മൗണ്ടൻസിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യങ് ഫോൾഡ് മൗണ്ടനിലാണ് ഹിമാലയ. ഏഷ്യയിൽ വരുന്ന യങ് ഫോൾഡ് മൗണ്ടൻ ആണ് ഹിമാലയ. റോക്കീസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ വരുന്ന യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ആൻഡീസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ വരുന്ന യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. ആൽപ്സ് യൂറോപ്പിലെ യങ് ഫോൾഡ് മൗണ്ടൻ ആണ് ആൽപ്സ്. ഇനി അറ്റ്ലസ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് യങ് ഫോൾഡ് മൗണ്ടൻസ്? ഹിമാലയം അത് ഏഷ്യയിലാണ്. റോക്കീസ് നോർത്ത് അമേരിക്ക, ആൻഡീസ് സൗത്ത് അമേരിക്ക, ആൽപ്സ് യൂറോപ്പ്, അറ്റ്ലസ് ആഫ്രിക്ക. പഠിച്ചു വെച്ചോളുക. മിക്കവാറും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണിച്ചു തരാം. ഈ ഓരോ മൗണ്ടൻസും ഇവിടെ നോക്കിക്കോളുക. ഇതാണ് റോക്കീസ്. ദിസ് ഈസ് നോൺ as റോക്കീസ്. ഇതാണ് ആൻഡീസ്. ദിസ് ഈസ് നോൺ as ആൻഡീസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിലായിട്ട് ഇതാണ് അറ്റ്ലസ് മൗണ്ടൻസ്. ഇനി യൂറോപ്പിൽ ഇറ്റലിയുടെ ഒക്കെ മുകളിലായിട്ട് കാണുന്നത് ഇതാണ് ആൽപ്സ് പർവ്വതനിരകൾ. ഇനി നിങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തായി കാണുന്ന ഈ പർവ്വതനിരകൾ ഇതാണ് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ നോർത്ത് അമേരിക്കയിൽ റോക്കീസ്, സൗത്ത് അമേരിക്കയിൽ ആൻഡീസ്, ആഫ്രിക്കയിലെ അറ്റ്ലസ്, യൂറോപ്പിലെ ആൽപ്സ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിമാലയാസ്. ഇത്രയാണ് അവിടെ വരുന്ന ഫോൾഡ് മൗണ്ടൻസ്. ഇനി ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എക്സാമ്പിൾ ആരൊക്കെയാണ്? ഓൾഡ് ഫോൾഡ് മൗണ്ടന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആരവല്ലീസ് ഇൻ ഇന്ത്യ. ഓക്കെ, മറക്കരുത്, ഓൾഡ് ഫോൾഡ് മൗണ്ടന് എക്സാമ്പിൾ. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എക്സാമ്പിൾ ആണ് ആരവല്ലി ഇൻ ഇന്ത്യ, ആരവല്ലി ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ അറൽ മൗണ്ടൻസ് ഇൻ റഷ്യ, അറൽ മൗണ്ടൻസ് ഇൻ റഷ്യ. ആരവല്ലി ഇൻ ഇന്ത്യ, അറൽ മൗണ്ടൻസ് ഇൻ റഷ്യ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി. അറൽ മൗണ്ടൻസ് റഷ്യയിലാണ്. ഇറ്റ് ക്രിയേറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഇടയ്ക്കുള്ള മൗണ്ടൻ ആണ് അറൽ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് മൗണ്ടൻസ് ആണ്. അപ്പൊ ഫോൾഡ് മൗണ്ടൻ കഴിഞ്ഞു, ഇനി ബ്ലോക്ക് മൗണ്ടൻ ആണ്. ബ്ലോക്ക് മൗണ്ടൻ ഉണ്ടാവുന്നത് ഫോൾട്ടിങ് എന്ന പ്രോസസ്സ് വഴിയാണ്. ബ്ലോക്ക് മൗണ്ടൻസ് ആർ ക്രിയേറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോൾട്ടിങ്. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രാക്ക് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ബ്ലോക്ക് മൗണ്ടൻസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോൾട്ടിങ്. ക്രാക്ക് കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. നമ്മൾ ഫോൾഡ് മൗണ്ടന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫോൾഡ് മൗണ്ടൻസ് ഫോം ചെയ്യുന്നത് കംപ്രഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമാണ്. പക്ഷെ ബ്ലോക്ക് മൗണ്ടൻസ് അങ്ങനെയല്ല ഫോം ചെയ്യുന്നത്. ബ്ലോക്ക് മൗണ്ടൻസ് ക്യാൻ ബി ഫോംഡ് ബൈ കംപ്രഷണൽ ഫോഴ്സ് ആൻഡ് എക്സ്റ്റൻഷണൽ ഫോഴ്സ്. ഇവര് രണ്ട് രീതിയിലും ഫോം ചെയ്യാം. ഒന്നില്ലെങ്കിൽ കംപ്രഷണൽ ഫോഴ്സ് കൊണ്ട് ഫോൾട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷണൽ ഫോഴ്സ് കൊണ്ടും ഫോൾട്ട് ഉണ്ടാവാം. ഇപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ട് എന്താണ് ഫോൾട്ട്. ഞാൻ പറഞ്ഞു,
ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ക്രാക്ക് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എർത്തിന്റെ ക്രസ്റ്റ് ഭയങ്കര റിജിഡ് ആണ്, കാരണം സോളിഡ് സംഭവമാണ്. അത് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒടിഞ്ഞു പോയാൽ ഒരെണ്ണത്തിന്റെ മേളിലോട്ട് കയറും. ഈ സാധനം ഇത് എർത്തിന്റെ ക്രസ്റ്റ് ആണെന്നിരിക്കും, ഇത് നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞ് ഒരെണ്ണത്തിന്റെ മുകളിലോട്ട് കയറും. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു, എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് ഒടിയും. കണ്ട, ഇത് വലിച്ചാലും ഇത് പൊട്ടും. പൊട്ടി കഴിയുമ്പോൾ ഒരെണ്ണത്തിന് താഴോട്ടേക്ക് ഇരുന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ നോക്കുക, അതായത് ഒന്നില്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റ് കംപ്രസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു ഒരെണ്ണത്തിന്റെ മുകളിൽ കയറും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്യും, അപ്പോഴും ഫോൾട്ട് വീഴും, അപ്പോൾ ഒരെണ്ണത്തിന്റെ താഴോട്ട്. അപ്പോൾ കംപ്രഷണൽ ഫോഴ്സ് കൊണ്ടും എക്സ്റ്റൻഷണൽ ഫോഴ്സ് കൊണ്ടും ഓർത്തിരിക്കുക. Okay, it is formed by both compressional force and extensional force. അപ്പോൾ കംപ്രഷണൽ ഫോഴ്സ് കൊണ്ടും എക്സ്റ്റൻഷണൽ ഫോഴ്സ് കൊണ്ടും ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാവാം. കംപ്രഷണൽ ഫോഴ്സ് കൊണ്ടും എക്സ്റ്റൻഷണൽ ഫോഴ്സ് കൊണ്ടും ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാവാം. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബ്ലോക്ക് മൗണ്ടൻസ് ഫോം ചെയ്യുമ്പോൾ ഒരു ലാൻഡ് മാസ് താഴോട്ട് ഇരുന്നു, വേറെ ലാൻഡ് മാസ് പൊങ്ങി വരും. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എയ്തർ രണ്ട് സൈഡിലുള്ളത് പൊങ്ങി വരാം, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലുള്ളതും എന്ത് ചെയ്യാം, താഴോട്ട് വരാം. എന്തെങ്കിലും ഒന്ന് നടക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ രണ്ട് സൈഡിൽ പൊങ്ങി വരും, അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിൽ താന്നു പോകും. എങ്ങനെ വന്നാലും ഈ പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചറിനെയാണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് വിളിക്കുക. ഈ പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടൻ എന്ന് വിളിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറയുന്നത്. പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചറിനെ ബ്ലോക്ക് മൗണ്ടൻ എന്ന് വിളിക്കും. താന്നിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ റിഫ്റ്റ് വാലി എന്നാണ് വിളിക്കുക. താന്നിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് റിഫ്റ്റ് വാലി എന്നാണ്. ഇറ്റ് ഈസ് നോൺ ആസ് റിഫ്റ്റ് വാലി. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പൊങ്ങി വരുന്ന ലാൻഡ് മാസ് ആയിരിക്കും ബ്ലോക്ക് മൗണ്ടൻ, താന്നു പോകുന്നത് റിഫ്റ്റ് വാലി. ഇനി ബ്ലോക്ക് മൗണ്ടനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹോസ്റ്റ്. മാറിപ്പോയത്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ബ്ലോക്ക് മൗണ്ടൻ അവർ തരില്ല, ഹോസ്റ്റ് എന്നായിരിക്കും തരിക. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്ലോക്ക് മൗണ്ടൻ ഈസ് ഓൾസോ നോൺ ആസ് ഹോസ്റ്റ്. ബ്ലോക്ക് മൗണ്ടൻ ഈസ് ഓൾസോ നോൺ ആസ് ഹോസ്റ്റ്. അതുപോലെ തന്നെ റിഫ്റ്റ് വാലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രാബൻ. റിഫ്റ്റ് വാലി ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാബൻ. റിഫ്റ്റ് വാലിയെ ഗ്രാബൻ എന്നും ബ്ലോക്ക് മൗണ്ടനെ നമ്മൾ ഹോസ്റ്റ് എന്നുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോയത്, അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. വേൾഡില് ബ്ലോക്ക് മൗണ്ടന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വൊസേജസ് മൗണ്ടനും ബ്ലാക്ക് ഫോറസ്റ്റും. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്രാൻസിൽ ഇരിക്കുന്ന മൗണ്ടൻ ആണ് വൊസേജസ്, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലാണ്. ഇവരുടെ ഇടയിലൂടെ ഒഴുകുന്ന റിഫ്റ്റ് വാലിയാണ് റൈൻ റിവർ. അപ്പോൾ വേൾഡിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വൊസേജസ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇവർ രണ്ടുപേരും ബ്ലോക്ക് മൗണ്ടനാ. ഓക്കെ, വൊസേജസ് ഫ്രാൻസിലാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലാണ്. ഇവർ രണ്ടുപേരും എന്താണ്, ബ്ലോക്ക് മൗണ്ടൻസ് ആണ്. അതിനിടയിലൂടെ പോകുന്ന റിഫ്റ്റ് വാലിയാണ് റൈൻ. അതിനിടയിലൂടെ പോകുന്ന റിഫ്റ്റ് വാലിയാണ് റൈൻ. അപ്പൊ വേൾഡിലെ ബ്ലോക്ക് മൗണ്ടൻസിന്റെ എക്സാമ്പിൾ ആണ് വൊസേജസ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ എക്സാമ്പിൾ ആണ്. ഇന്ത്യയിൽ ബ്ലോക്ക് മൗണ്ടൻസിന് എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വിന്ധ്യയും സത്പുരയും. ഓക്കെ, വിന്ധ്യൻ റേഞ്ച് അതുപോലെ തന്നെ സത്പുര റേഞ്ച്, ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിലെ എന്ത് ബ്ലോക്ക് മൗണ്ടൻസ്. വിന്ധ്യ ആൻഡ് സത്പുര, വിന്ധ്യ ആൻഡ് സത്പുര. ഇനി ഈ വിന്ധ്യ സത്പുരയുടെ ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അപ്പൊ നർമ്മദയാണ് ഇവിടെ റിഫ്റ്റ് വാലി. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന റിഫ്റ്റ് വാലി എന്ന് പറയുന്നത് നർമ്മദയാണ്. ഒരു റിഫ്റ്റ് വാലിയും കൂടി ഉണ്ട് സത്പുരയുടെ താഴെ കൂടെ, തബി എന്ന് പറയും. ഇത് രണ്ടും നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തബി അല്ലെങ്കിൽ താപ്തി എന്ന് വിളിക്കാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ബ്ലോക്ക് മൗണ്ടൻ ആണ് വിന്ധ്യയും സത്പുരയും. ഇന്ത്യയിൽ വരുന്ന റിഫ്റ്റ് വാലീസ് ആണ് നർമ്മദ ആൻഡ് താപ്തി. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഈ പിക്ചറിൽ ഇതിന്റെ എന്താ സ്പേസ് എവിടെയാണ് അല്ലെങ്കിൽ പ്ലേസ് എവിടെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് KS പോലുള്ള പരീക്ഷയ്ക്ക് ഇവരുടെ പൊസിഷൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റ്ലസിൽ ഇതൊന്ന് മാർക്ക് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ഇന്ത്യയിലുള്ള ആരവല്ലി, അത് ഇവിടെയാണ്. ഗുജറാത്ത് തുടങ്ങി ഡൽഹി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വത നിരകളാണ് ആരവല്ലീസ്. ഓക്കെ,
അപ്പൊ ആരവല്ലി ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്ന് ചെയ്യുന്നത് ആരവല്ലി ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ ബ്ലോക്ക് മൗണ്ടൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഫോൾഡ് മൗണ്ടൻ ഫോം ചെയ്യുന്നത് കംപ്രഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമാണ്. പക്ഷെ ബ്ലോക്ക് മൗണ്ടൻ ഫോം ചെയ്യുന്നത് കംപ്രഷണൽ ഫോഴ്സും എക്സ്റ്റൻഷണൽ ഫോഴ്സും കൊണ്ടാണ്. ഇനി ഫോൾഡ് മൗണ്ടൻ ഫോം ചെയ്യുന്നത് ഫോൾഡ് വഴിയാണ്, മടക്കുകൾ വഴിയാണ്. ബ്ലോക്ക് മൗണ്ടൻ ഫോം ചെയ്യുന്നത് ഫോൾട്ട് വഴിയാണ്, ക്രാക്ക് വഴിയാണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വോൾക്കാനിക് മൗണ്ടൻസ്. നമുക്കറിയാം വോൾക്കാനിസം നടക്കുമ്പോൾ ലാവ അക്യൂമുലേറ്റ് ചെയ്താണ് വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടാവുക. വോൾക്കാനിസം നടക്കുമ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു വോൾക്കാനിക് ഇറപ്ഷൻ ഫോംഡ് ബൈ ദി അക്യൂമുലേഷൻ ഓഫ് ലാവ. ലാവ അക്യൂമുലേറ്റ് ചെയ്താണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വിളിക്കുന്നത് മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം, മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് ഹിമാലയ ആണ്, മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ എന്ന് പറയുന്നത് വോൾക്കാനിക് മൗണ്ടൻസ് ആണ്. മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ വോൾക്കാനിക് മൗണ്ടൻസ് ആണ്, മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് ഹിമാലയ ആണ്. ഇനി ഏറ്റവും കൂടുതൽ വോൾക്കാനിക് മൗണ്ടൻസ് കാണുന്നത് സർക്കം പസഫിക് ബെൽറ്റിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ വോൾക്കാനിക് മൗണ്ടൻസ് കാണുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ, പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ഏറ്റവും കൂടുതൽ വോൾക്കാൻസ് ആണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിൽ പഠിച്ചതാണ്. ഇനി ഇവർക്ക് ഉദാഹരണങ്ങളാണ്, വോൾക്കാനിക് മൗണ്ടൻ എക്സാമ്പിൾസ് ആണ് മൗണ്ട് ഫ്യൂജി ഇൻ ജപ്പാൻ, മൗണ്ട് കോട്ടോപാക്സ് ഇൻ ഇക്വഡോർ, മൗണ്ട് അഗങ് ഇൻ ബാലി. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ വർഷം ന്യൂസ് പേപ്പറിൽ വന്ന എല്ലാ വോൾക്കാനിക് ഇറപ്ഷനും നോക്കി വെക്കണം. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ മൗണ്ട് ഫ്യൂജി ഇൻ ജപ്പാൻ, മൗണ്ട് കോട്ടോപാക്സ് ഇൻ ഇക്വഡോർ, മൗണ്ട് അഗങ് ഇൻ ബാലി. ഇത്രയുമാണ് അവിടെ വരുന്ന വോൾക്കാനിക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോൾക്കാനിക് മൗണ്ടൻ ഫോം ചെയ്യുന്ന വോൾക്കാനിക് ഇറപ്ഷൻ വഴിയാണ്. മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടല്ല, ലാവ അക്യൂമുലേറ്റ് ചെയ്താണ് ഉണ്ടാവുന്നത്. സർക്കം പസഫിക് ബെൽറ്റിൽ അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് കാണുന്നത് മൗണ്ട് ഫ്യൂജി ഇൻ ജപ്പാൻ, മൗണ്ട് കോട്ടോപാക്സ് ഇൻ ഇക്വഡോർ, മൗണ്ട് അഗങ് ഇൻ ബാലി. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി റെസിജ്വൽ മൗണ്ടൻ. റെസിജ്വൽ മൗണ്ടൻ ഫോം ചെയ്യുന്നത് എന്താ ഡെന്യൂഡേഷൻ വഴിയാണ്. റെസിജ്യു എന്ന വാക്കിന്റെ അർത്ഥം എന്താ, അവശിഷ്ടം എന്നാണ്. റെസിജ്യു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവശിഷ്ടം എന്നാണ്. അപ്പൊ അവശിഷ്ട പർവ്വതങ്ങൾ, അതാണ് ഈ വാക്കിന്റെ അർത്ഥം. റെസിജ്വൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ട പർവ്വതങ്ങൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ റെസിജ്വൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ട പർവ്വതങ്ങളാണ്. അപ്പൊ ഇതെങ്ങനെ അവശിഷ്ട പർവ്വതങ്ങളാവുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഫോൾഡ് മൗണ്ടൻസിനെ രണ്ടായി തിരിക്കുന്നുണ്ട്, യങ് ഫോൾഡ് എന്നും ഓൾഡ് ഫോൾഡ് എന്നും. യങ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ബൗണ്ടറി ആക്റ്റീവ് ആണ്, അവരുടെ ആ ബൗണ്ടറി ഇപ്പോഴും ആക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൾഡ് ഫോൾഡ് മൗണ്ടന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബൗണ്ടറി ഇപ്പൊ ആക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയരം വെക്കുന്നില്ല. പകരം അവിടെ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ, പകരം അവിടെ ഡെന്യൂഡേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ നിമ്നീകരണം എന്ന പ്രക്രിയ മാത്രം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ആണ് ഇവിടെ നമ്മുടെ റെസിജ്വൽ മൗണ്ടൻസ് ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ ആരവല്ലി ഇൻ ഇന്ത്യ ഞാൻ പറഞ്ഞു, ഗുജറാത്ത് തുടങ്ങി ഡൽഹി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകളാണ് ആരവല്ലി. അടുത്ത അറൽ മൗണ്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, റഷ്യയിലാണ്. അതിന്റെ പ്രത്യേകത റഷ്യയെയും ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ തരംതിരിക്കുന്നു. ഇനി അറൽ മൗണ്ടൻസിന് താഴെയും നിങ്ങൾ ഈ കാണുന്നതാണ് അറൽ സി. അറൽ സിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പരീക്ഷാ പേപ്പറുകളിൽ വരുന്നതാണ്, ഒരുപാട് തവണ PSC UPSC ഒക്കെ ചോദിച്ചൊരു സാധനമാണ് അറൽ സി. എന്താണ് അറൽ സി എന്ന് പറഞ്ഞാൽ? അറൽ സി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സി ആണ് അറൽ സി. ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സി ആണ് അറൽ സി. കസാക്കിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ഇടയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കസാക്കിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അറൽ സി. അറൽ സിയുടെ പ്രത്യേകത ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന സി ആണ്. എന്തുകൊണ്ടാണ് അറൽ സി ചുരുങ്ങുന്നത്? അറൽ സിയിലോട്ട് രണ്ട് നദികൾ വന്നു വീഴുന്നുണ്ട്, അമു ദരിയ ആൻഡ് സിർ ദരിയ. ഇങ്ങനെ രണ്ട് നദികൾ ഒഴുകി വന്ന് ചേരുന്നുണ്ട്. ഈ അമുദരിയ സിർദരിയ എന്ന് പറയുന്ന ഈ രണ്ട് നദികള് ബേസിക്കലി
എന്താ ഈ നദി ഈ അറൽ സീയിലോട്ട് വന്ന് വീഴുന്നതുകൊണ്ടാണ് അറൽ സീയിൽ വെള്ളം വരുന്നത്. പക്ഷെ ജലസേചന ആവശ്യങ്ങൾക്കായി ഇറിഗേഷൻ പർപ്പസിനായി ഈ രണ്ട് നദികളെയും അവർ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ വാട്ടർ അവർ ഡീവിയേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഈസി ചുരുങ്ങുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാപ്പിങ്ങിന്റെ 2 ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ്. അപ്പൊ ഇതോടുകൂടി മൗണ്ടൻസ് കഴിഞ്ഞു. 4 തരം മൗണ്ടൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫോൾഡ് മൗണ്ടൻ, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ, റെസിജ്വൽ മൗണ്ടൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ലാൻഡ് ഫോം ആണ് പ്ലേറ്റ്യൂ. എന്താണ് പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കാണാം, എലവേറ്റഡ് ലാൻഡ് ഏരിയ വിത്ത് എക്സ്റ്റെൻഡഡ് ഫ്ലാറ്റ് സർഫസ്. കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എലവേറ്റഡ് ലാൻഡ് ഏരിയ, പൊങ്ങിയിരിക്കുന്ന ഏരിയ. പക്ഷെ സർഫസ് നോക്കിയേ, സർഫസ് എക്സ്റ്റെൻസീവ് സർഫസാ, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്ലേറ്റ്യൂ ടോപ്പോഗ്രഫീനെ വിളിക്കുന്ന ഒരു പേരാണ് പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി. പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്, കേസിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നറിയപ്പെടുന്നത് എന്താണ്? അത് പ്ലേറ്റ്യൂസിനെ വിളിക്കുന്ന പേരാണ് പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി. പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്യൂസിനെ വിളിക്കുന്ന പേരാണ്. അതുപോലെ തന്നെ പ്ലേറ്റ്യൂവിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി. വിളിക്കുന്ന വേറൊരു പേരാണ് ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി. എന്താണ് ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുക? കണ്ടു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഇരിക്കുന്ന പോലെ. അപ്പൊ either we can call this as table top topography or we can call it as patland topography. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എലവേറ്റഡ് ലാൻഡ് ഏരിയ വിത്ത് എക്സ്റ്റെൻസീവ് ലെവൽ സർഫസ്. ഓക്കെ, ഇനി പ്ലേറ്റ്യൂസിനെ നമ്മൾ 5ആയി തിരിക്കുന്നുണ്ട്. പ്ലേറ്റ്യൂസിന്റെ ഇത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, പ്ലേറ്റ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ 5 എണ്ണം എഴുതണം. പ്ലേറ്റ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റർമോണ്ടൈൻ പ്ലേറ്റ്യൂ, പീഡ്മോണ്ട് പ്ലേറ്റ്യൂ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ, വോൾക്കാനിക് പ്ലേറ്റ്യൂ, ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ. 5 തരം പ്ലേറ്റ്യൂസാ. ഇന്റർമോണ്ടൈൻ പ്ലേറ്റ്യൂ, പീഡ്മോണ്ട് പ്ലേറ്റ്യൂ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ, വോൾക്കാനിക് പ്ലേറ്റ്യൂ ആൻഡ് ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ. അപ്പൊ നമുക്ക് ആദ്യം ഇന്റർമോണ്ടൈൻ എന്താണ് എന്ന് നോക്കാം. ആ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇന്റർമോണ്ടൈൻ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇടയിൽ. മോണ്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടൻസ്. 2 മൗണ്ടൻസിന്റെ ഇടയിലായി ഫോം ചെയ്യുന്ന പ്ലേറ്റ്യൂസിനെയാണ് ഇന്റർമോണ്ടൈൻ പ്ലേറ്റ്യൂസ് എന്ന് വിളിക്കുക. ദ പ്ലേറ്റ്യൂസ് വിച്ച് ആർ ബോർഡറിംഗ് ദ മൗണ്ടൻ റേഞ്ചസ്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തരാം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട്. കണ്ടോ, 2 മൗണ്ടൻസിന്റെ ഇടയ്ക്കായിട്ട് ഫോം ചെയ്യുന്ന പ്ലേറ്റ്. ഇതിനെയാണ് ഇന്റർമോണ്ടൈൻ പ്ലേറ്റ് എന്ന് പറയാം. ശരിക്കും ഇവരെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുമല്ലോ, അതായത് ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുമ്പോൾ, ഫോൾഡ് മൗണ്ടൻസ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് മൗണ്ടൻസിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു റിജിഡ് ലാൻഡ് മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. റിജിഡ് ലാൻഡ് മാസ് എന്നാൽ ബെൻഡ് ചെയ്യാൻ പറ്റാത്ത ലാൻഡ് മാസ് ഉണ്ടെങ്കിൽ ഈ ഫോൾഡ് മൗണ്ടൻസ് പൊങ്ങി വരുമ്പോൾ ഈ ലാൻഡ് ഇതിന്റെ ഇന്റർമോണ്ടൈൻ പ്ലേറ്റ്. അപ്പൊ ഇന്റർമോണ്ടൈൻ പ്ലേറ്റുവിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഇന്റർമോണ്ടൈൻ പ്ലേറ്റുവിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ടിബറ്റിയൻ പ്ലേറ്റ്യൂ ഇൻ ഹിമാലയ. ഹിമാലയത്തിൽ കാണുന്ന ടിബറ്റിയൻ പ്ലേറ്റ്യൂ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് ടിബറ്റിയൻ പ്ലേറ്റ്യൂ ഇൻ ഹിമാലയ. ഹിമാലയത്തിൽ കാണുന്ന ടിബറ്റിയൻ പ്ലേറ്റ്യൂ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്, ഇതൊക്കെ എഴുതി വെച്ചോ, ബൊളീവിയൻ പ്ലേറ്റ്യൂ ഇൻ ആൻഡിസ്. ബൊളീവിയൻ പ്ലേറ്റ്യൂ ഇൻ ആൻഡിസ്. അപ്പൊ ആൻഡീസിൽ കാണുന്ന ബൊളീവിയൻ പ്ലേറ്റ്യൂവും അതുപോലെ തന്നെ ഹിമാലയത്തിൽ കാണുന്ന ടിബറ്റിയൻ പ്ലേറ്റ്യൂ. ഇത് രണ്ടാണ് ഇന്റർമോണ്ടൈൻ പ്ലേറ്റ്യൂവിന് എക്സാമ്പിൾ. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ പീഡ്മോണ്ട് പ്ലേറ്റ്യൂ ആണ്. എന്താണ് പീഡ്മോണ്ട് എന്ന് പറഞ്ഞാൽ? പീഡ് അല്ലെങ്കിൽ പെടി, ഈ 2 വാക്കുകളുടെ അർത്ഥം ഫൂട്ട് എന്നാണ്. നമ്മുടെ സ്ത്രീജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പെഡിക്യൂർ. പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? കാല് വൃത്തിയാക്കാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നതിനെയാണ് ഇവർ പെഡിക്യൂർ എന്ന് പറയാം. അപ്പൊ പീഡ്മോണ്ട് പ്ലേറ്റ്യൂ അല്ലെങ്കിൽ പെഡി. ഓക്കെ, പെഡി പീഡ് ഈ 2 വേർഡിന്റെ അർത്ഥം ഫൂട്ട് എന്നാണ്. അപ്പൊ പീഡ്മോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടന്റെ
ഫൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റ്യൂ. ദ പ്ലേറ്റ്യൂ സിറ്റുവേറ്റഡ് അറ്റ് ദി ഫൂട്ട് ഓഫ് എ മൗണ്ടൻ. നോക്കിക്കേ ഇവിടെ കണ്ടോ. ഓക്കെ, ദ പ്ലേറ്റ്യൂ ഫോംഡ് അറ്റ് ദി ഫൂട്ട് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടന്റെ അടിവാരത്തിലായി ഫോം ചെയ്യുന്ന പ്ലേറ്റ്യൂ. ഇതിനെയാണ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ എന്ന് പറയുക. ദ പ്ലേറ്റ്യൂ ഫോംഡ് അറ്റ് ദി ഫൂട്ട് ഓഫ് എ മൗണ്ടൻ ഇസ് നോൺ ആസ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. അപ്പൊ പീഡ്മോണ്ട് പ്ലേറ്റ്യൂവിന് എക്സാമ്പിൾ ആണ് മാൽവ പ്ലേറ്റ്യൂ ഇൻ ദ ഫൂട്ട് ഓഫ് ആരവല്ലീസ്. ആരവല്ലീസിന്റെ താഴെ കാണുന്ന പീഡ്മോണ്ട് പ്ലേറ്റ്യൂ ആണ് മാൽവ പ്ലേറ്റ്യൂ. അപ്പൊ പീഡ്മോണ്ട് പ്ലേറ്റ്യൂവിന് എക്സാമ്പിൾ ആണ് മാൽവ. അത് ആരവല്ലീസിന്റെ താഴെയായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. എന്താണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റിന്റെ നടുക്കായി കാണുന്ന അബ്രപ്റ്റ് എലവേഷൻ. ഈ പിക്ചർ ആണല്ലോ, അതായത് എവിടെയെങ്കിലും ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കായിട്ട് കാണുന്ന അബ്രപ്റ്റ് എലവേഷൻസ് ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. അപ്പൊ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂവിന് എക്സാമ്പിൾ ആണ് നമുക്ക് സാധാരണ അറിയാവുന്ന എല്ലാ പ്ലേറ്റ്യൂസും. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, റാഞ്ചി പ്ലേറ്റ്യൂ, മഹാരാഷ്ട്ര പ്ലേറ്റ്യൂ, വയനാട് പ്ലേറ്റ്യൂ, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അപ്പോൾ മഹാരാഷ്ട്ര പ്ലേറ്റ്യൂ, വയനാട് പ്ലേറ്റ്യൂ, അതുപോലെ തന്നെ റാഞ്ചി പ്ലേറ്റ്യൂ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, ഇതെല്ലാം അബ്രപ്റ്റ് എലവേഷൻസ് ഇൻ ദ മിഡിൽ ഓഫ് കോണ്ടിനെന്റ് ആണ്. അടുത്താണ് വോൾക്കാനിക് പ്ലേറ്റ്. എന്താ വോൾക്കാനിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ? വോൾക്കാനിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന പ്ലേറ്റ്യൂസ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ ഓർ മാഗ്മ. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഡെക്കാൻ പ്ലേറ്റ്. The best example for this one is Deccan Traps or Deccan Plateau in India. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള കൊളംബിയ പ്ലേറ്റ്യൂ. കൊളംബിയ പ്ലേറ്റ്യൂ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡെക്കാൻ പ്ലേറ്റ്യൂ ഇൻ ഇന്ത്യ. അപ്പോൾ വോൾക്കാനിക് പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പ്രോസസ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ or laval accumulation. Example for this one is Deccan Plateau or Deccan Traps in India. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ. ഡിസക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസീജ്വൽ മൗണ്ടന്റെ കേസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്താ റെസീജ്വൽ മൗണ്ടൻ? അവശിഷ്ട പർവ്വതങ്ങൾ. അതായത് നമ്മുടെ ഫോൾഡ് മൗണ്ടൻ തേഞ്ഞ് വരുമ്പോഴാണ് റെസീജ്വൽ മൗണ്ടൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ച 4 പ്ലേറ്റ്യൂസ്, ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂ, ലാവൽ പ്ലേറ്റ്യൂ അല്ലെങ്കിൽ വോൾക്കാനിക് പ്ലേറ്റ്യൂ, പീഡ്മോണ്ട് പ്ലേറ്റ്യൂ, ഇതിനെല്ലാം ഇതെല്ലാം ഇറോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സിവിയർലി ഇറോഡ് ചെയ്ത് ഡിസക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ പ്ലേറ്റ്യൂവിനെയാണ് നമ്മൾ ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ എന്ന് പറയാം. സിവിയർലി ഇറോഡഡ് പ്ലേറ്റ്യൂസ് ആർ നോൺ ആസ് ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ. എക്സാമ്പിൾ ആണ് കൊളറാഡോ പ്ലേറ്റ്യൂ ഇൻ US. എക്സാമ്പിൾ ആണ് കൊളറാഡോ പ്ലേറ്റ്യൂ ഇൻ US. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂസ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു. ഒന്ന് ഇന്റർമോണ്ടൈൻ. ആ പേരിൽ തന്നെയുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും പഠിക്കേണ്ട. ആ പേരിലുണ്ട് ഇന്റർമോണ്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലേറ്റ്യൂ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ഫോൾസ് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടന്റെ ഇടയ്ക്ക് നടുക്കായി കാണുന്ന പ്ലേറ്റ്യൂ. എക്സാമ്പിൾ ആണ് നമ്മുടെ ടിബറ്റൻ പ്ലേറ്റ്യൂ ഇൻ ഹിമാലയ, ബൊളീവിയൻ പ്ലേറ്റ്യൂ ഇൻ ആൻഡീസ്. അടുത്ത പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. The plateau which is seen at the foot of a mountain, അതാണ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. അടുത്തത് നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. ദ അബ്രപ്റ്റ് എലവേഷൻ പ്രസന്റ് ഇൻ ദ മിഡിൽ ഓഫ് കോണ്ടിനെന്റ്, അതാണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. ദെൻ വോൾക്കാനിക് പ്ലേറ്റ്യൂ formed by the accumulation of lava. Dissected plateau, severely eroded plateau. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലേറ്റ്യൂസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ പ്ലേറ്റ്യൂവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കൊളംബിയ പ്ലേറ്റ്യൂ. കൊളംബിയ പ്ലേറ്റ്യൂ അപ്പൊ US-ലാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് പ്ലേറ്റ്യൂ അത് കാണുന്ന സ്ഥലവും. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പരീക്ഷയ്ക്ക് കിട്ടും. പ്ലേറ്റ്യൂസും അത് കാണുന്ന സ്ഥലങ്ങളും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടും. അപ്പൊ ആദ്യത്തെ കൊളംബിയ പ്ലേറ്റ്യൂ. കൊളംബിയ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കട്ടാങ്ക പ്ലേറ്റ്യൂ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ആളാണ് കട്ടാങ്ക പ്ലേറ്റ്യൂ. കട്ടാങ്ക പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ വേറൊരു പ്ലേറ്റ്യൂ ആണ് ബൈ പ്ലേറ്റ്യൂ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. കട്ടാങ്ക പ്ലേറ്റ്യൂ, ബൈ പ്ലേറ്റ്യൂ, അതുപോലെ തന്നെ അദമാവ പ്ലേറ്റ്യൂ. അദമാവ പ്ലേറ്റ്യൂ. ഇത് മൂന്നും ഇരിക്കുന്നത് ആഫ്രിക്കയിലാണ്. ക്വസ്റ്റ്യൻ വരും. ഓക്കെ, കട്ടാങ്ക പ്ലേറ്റ്യൂ, അദമാവ പ്ലേറ്റ്യൂ, ബൈ പ്ലേറ്റ്യൂ എവിടെയാണ്? ആഫ്രിക്കയിലാണ്.
ആഫ്രിക്കയിലാണ് കട്ടാങ്ക പ്ലേറ്റു, ബൻ പ്ലേറ്റു, അദമാവ പ്ലേറ്റു. ഇനി ഷാൻ പ്ലേറ്റു ചൈനയിലാണ്. ഷാൻ പ്ലേറ്റു എന്ന് പറയുന്നത് ചൈനയിലാണ്. ചൈനയിലെ പ്ലേറ്റു ആണ് ഷാൻ പ്ലേറ്റു. ഇനി കിംബർലി പ്ലേറ്റും കട്ടാങ്ക പ്ലേറ്റും തമ്മിൽ മാറിപ്പോകരുത്. കിംബർലി പ്ലേറ്റു ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. കിംബർലി പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലാണ് കിംബർലി പ്ലേറ്റു. ഈ ഇരിക്കുന്നതാണ് കിംബർലി പ്ലേറ്റു. ഞാൻ എന്തുകൊണ്ടാണ് കിംബർലി പ്ലേറ്റ് മാറിപ്പോകും എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിംബർലി പ്രോസസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കിംബർലി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന റോ ഡയമണ്ട്സ് ടെററിസം ഫണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആഫ്രിക്കൻ നേഷൻസ് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് കിംബർലി പ്രോസസ്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. കിംബർലി പ്രോസസ് എന്ന് പറയുന്നത് റോ ഡയമണ്ട്സ് ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആഫ്രിക്കൻ നേഷൻസ് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് കിംബർലി പ്രോസസ്. പക്ഷെ കിംബർലി പ്ലേറ്റു എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഓസ്ട്രേലിയയിലാണ്. കട്ടാങ്ക പ്ലേറ്റു ആണ് ആഫ്രിക്കയിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് നമ്മുടെ ഷാൻ പ്ലേറ്റു ചൈനയിൽ വരുന്നത്. പിന്നെ ഇന്ത്യയിൽ ഡെക്കാൻ പ്ലേറ്റു, അത് നിങ്ങൾക്ക് അറിയാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട് ഈ ഇരിക്കുന്നത്. നമ്മുടെ ടർക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഇത്. ഈ തുർക്കിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? തുർക്കി എന്ന രാജ്യം 2 കോണ്ടിനെന്റുകളിലായി വ്യാപിച്ചിരിക്കുന്നു. ഒന്ന് ഏഷ്യ, ഈ കാണുന്ന ഞാൻ വരച്ചു വെച്ചേക്കുന്ന ഈ ഭാഗം ഏഷ്യയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ യൂറോപ്പിന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ഏഷ്യയുടെ ഭാഗത്ത് വരുന്ന തുർക്കിയുടെ വിളിക്കുന്ന പേരാണ് അനട്ടോളിയൻ പ്ലേറ്റു. ഒരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അനട്ടോളിയൻ പ്ലേറ്റു. അപ്പൊ നോക്കി വെച്ചോ, അനട്ടോളിയൻ പ്ലേറ്റു അത് തുർക്കിയിലാണ്. അപ്പൊ കൊളംബിയ പ്ലേറ്റു നോർത്ത് അമേരിക്ക, കട്ടാങ്ക പ്ലേറ്റു, ബൈ പ്ലേറ്റു, അദമാവ പ്ലേറ്റു ഇത് മൂന്നും ആഫ്രിക്കയിലാണ്. ഷാൻ പ്ലേറ്റു ചൈന, കിംബർലി പ്ലേറ്റു ഓസ്ട്രേലിയ. അപ്പൊ ഞാൻ പറഞ്ഞു കിംബർലി പ്രോസസ് പക്ഷെ റോ ഡയമണ്ട്സ് ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആഫ്രിക്ക കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. ദെൻ അനട്ടോളിയൻ പ്ലേറ്റു തുർക്കി, ഷാൻ പ്ലേറ്റു ചൈന, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കിംബർലി പ്ലേറ്റു ഓസ്ട്രേലിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാച്ച് ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടും, നോക്കി വെച്ചോളൂ. ഓക്കെ, ഇനി പ്ലേറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലെയിൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താ പ്ലെയിൻസ് എന്ന് പറയുന്നത്? പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ലോ ലൈയിങ് ഏരിയാസ് ഓഫ് ദി വേൾഡ് ആൻഡ് ലെവൽ സർഫസ്. അതായത് ലെവൽ സർഫസ് ആയിരിക്കും, ലോ ലൈയിങ് ഏരിയാസ് ആയിരിക്കും. ലോ ലൈയിങ് ലെവൽ സർഫസസ് ആർ നോൺ ആസ് പ്ലെയിൻസ്. അതായത് ഉയരം കുറഞ്ഞ, മാക്സിമം ഉയരം ഒരു 200 meters ഒക്കെ വരുള്ളൂ. 200 മീറ്ററിന് മുകളിലോട്ട് ഉയരം വരാറില്ല സാധാരണഗതിയിൽ, ജനറലി. അപ്പൊ 200 മീറ്ററോളം ഉയരം വരുന്ന ലെവൽ സർഫസുകളാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി പ്ലെയിൻസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ പ്ലെയിൻസ് ഇൻടു 3. പ്ലെയിൻസ് നമ്മൾ 3ആയി തിരിക്കുന്നുണ്ട്: സ്ട്രക്ചറൽ പ്ലെയിൻ, ഇറോഷണൽ പ്ലെയിൻ ആൻഡ് ഡെപ്പോസിഷണൽ പ്ലെയിൻ. സ്ട്രക്ചറൽ പ്ലെയിൻ, ഇറോഷണൽ പ്ലെയിൻ ആൻഡ് ഡെപ്പോസിഷണൽ പ്ലെയിൻ. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറോഷണൽ ഡെപ്പോസിഷണൽ പ്ലെയിൻസ് ഉണ്ടാവുന്നത് ജിയോമോർഫിക് ഏജന്റ് കൊണ്ടാണ്. ജിയോമോർഫിക് ഏജന്റ് കൊണ്ടാണ് എന്തുണ്ടാവുക? നമ്മുടെ ഇറോഷണൽ പ്ലെയിനും ഡെപ്പോസിഷണൽ പ്ലെയിനും നമ്മൾ പഠിച്ചതാണ്. ജിയോമോർഫിക് ഏജന്റിൽ റിവർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ അവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ റിവർ, ഗ്ലേഷ്യർ, റെയിൻ വാട്ടർ റിവർ, ഗ്ലേഷ്യർ, ഗ്രൗണ്ട് വാട്ടർ, വേവ്, റെയിൻ വാട്ടർ വരില്ല കേട്ടോ, റെയിൻ വാട്ടർ വരില്ല. റിവർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, വിൻഡ്, വേവ്സ് ഇവരുടെ ഇറോഷനും കൊണ്ടോ ഇവരുടെ ഡെപ്പോസിഷനും കൊണ്ടോ ഉണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഇത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്ലെയിൻസ് പഠിക്കുമ്പോൾ ഏത് ജിയോമോർഫിക് ഏജന്റ് ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഏത് ജിയോമോർഫിക് ഏജന്റ് ആണ് ആ പ്ലെയിൻ ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. PSC പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങളുടെ പരീക്ഷയ്ക്ക്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഡെപ്പോസിഷനിലാണോ ഇറോഷണലാണോ. ചിലപ്പോൾ നമുക്ക് ഏജന്റ് അറിയാൻ പറ്റും, പക്ഷെ നമ്മളത് ഡെപ്പോസിഷനിലാണോ ഇറോഷണൽ ആണോ എന്ന് പഠിക്കില്ല. പക്ഷെ അത് KS പരീക്ഷയ്ക്ക് ചോദിക്കും, കാരണം UPSC പരീക്ഷകൾക്ക് അത് കോമൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പ്ലെയിൻസ്. എന്താണ് സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്ട്രക്ചറലി ഡിപ്രസ്ഡ് ഏരിയാസ് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ തന്നെ സ്ട്രക്ചറലി ഡിപ്രസ്ഡ് ഏരിയാസിനെയാണ് സ്ട്രക്ചറൽ പ്ലെയിൻ. അതായത് ഭൂമി ഉണ്ടായപ്പോഴേ താഴ്ന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് സ്ട്രക്ചറൽ പ്ലെയിൻ. ഭൂമി ഉണ്ടായപ്പോഴേ
താഴ്ന്നിരിക്കുന്ന പ്രദേശങ്ങളെയാണ് സ്ട്രക്ചറൽ പ്ലെയിൻസ് എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ പ്ലെയിൻ എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഇൻ US-ഉം സെൻട്രൽ ലോലാൻഡ്സ് ഇൻ ഓസ്ട്രേലിയ. സ്ട്രക്ചറൽ പ്ലെയിൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഇൻ US-ഉം സെൻട്രൽ ലോലാൻഡ്സ് ഇൻ ഓസ്ട്രേലിയ. ഇനി ഡെപ്പോസിഷണൽ പ്ലെയിൻ. എന്താണ് ഡെപ്പോസിഷണൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? അതായത് ജിയോമോർഫിക് ഏജൻസിന്റെ ഡെപ്പോസിഷനും കൊണ്ട് ഉണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഡെപ്പോസിഷണൽ പ്ലെയിൻ. ജിയോമോർഫിക് ഏജന്റ് ഡെപ്പോസിഷനും കൊണ്ട് ഉണ്ടാവുന്ന ഡെപ്പോസിഷണൽ പ്ലെയിൻ. അപ്പൊ ഡെപ്പോസിഷണൽ പ്ലെയിൻ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഏജന്റും ഉണ്ടാക്കുന്ന ഡെപ്പോസിഷണൽ പ്ലെയിനെ നമ്മൾ പല പേരുകളിലാണ് വിളിക്കുക. റിവർ ഉണ്ടാക്കുന്ന ഡെപ്പോസിഷണൽ പ്ലെയിനുകളാണ് ഫ്ലഡ് പ്ലെയിനും ഡെൽറ്റായിക് പ്ലെയിനും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റിവർ ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു റിവർ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ റിവർ ഫ്ലഡ് ചെയ്യുന്ന സമയത്ത്, ഈ റിവർ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് റിവറിന്റെ രണ്ട് സൈഡിലായിട്ട് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കുന്ന പ്ലെയിനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അങ്ങനെ ഉണ്ടാക്കുന്ന പ്ലെയിനുകളെയാണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് വിളിക്കുക. ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ് ബൈ ദി ഫ്ലഡിങ് ഓഫ് റിവർ. അതായത് ഒരു റിവർ ഫ്ലഡ് ചെയ്യുമ്പോൾ റിവറിന്റെ തീരത്തായിട്ട് ബാങ്ക്സിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുക. അപ്പൊ ഡെൽറ്റായിക് പ്ലെയിൻ എന്താണ്? ഡെൽറ്റായിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു റിവർ ഒഴുകി ചെല്ലുന്ന സ്ഥലത്ത്, അതായത് ഒരു റിവർ ഒഴുകി ഓഷ്യനിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഓഷ്യനുള്ളിലായിട്ട് റിവർ ഉണ്ടാക്കുന്ന ഡെപ്പോസിഷൻസ് ആണ് ഡെൽറ്റ എന്ന് പറയുക. ഓക്കെ, ഇത് ഒരു റിവർ ഓഷ്യനിലോട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഈ റിവർ ഓഷ്യനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ റിവർ മൗത്തിലായിട്ട്, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് റിവർ മൗത്ത് എന്നുള്ളത്. റിവർ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിവർ മൗത്ത് എന്ന റിവർ ഓഷ്യനുമായി ജോയിൻ ചെയ്യുന്നതാണ് റിവർ മൗത്ത്. ഇവിടെ ഉണ്ടാക്കുന്ന പ്ലെയിനെയാണ് എന്ത് വിളിക്കുക? ഡെൽറ്റായിക് പ്ലെയിൻ എന്ന് വിളിക്കുക. ഇതാണ് ഡെൽറ്റായിക് പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത് അറിയോ? ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉണ്ട്. ആ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഗ്രീക്ക് ആൽഫബറ്റ്സില് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉണ്ട്. അതൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഈ ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡെൽറ്റായിക് പ്ലെയിൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ റിവർ രണ്ട് തരത്തിലുള്ള പ്ലെയിൻസ് ഉണ്ടാക്കുന്നത്, ഫ്ലഡ് പ്ലെയിനും അതുപോലെ തന്നെ ഡെൽറ്റായിക് പ്ലെയിനും. അടുത്ത ഗ്ലേഷ്യർ. ഗ്ലേഷ്യറിന്റെ ഡെപ്പോസിഷൻസിനെ വിളിക്കുന്ന പേരാണ് ടില്ല്. ഇത് നമ്മൾ നമ്മുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ടില്ലൈറ്റ് എന്ന് പഠിപ്പിച്ചു. അപ്പൊ ഗ്ലേഷ്യർ കൊണ്ടുവരുന്ന ഡെപ്പോസിഷൻസ് ആണ് ടില്ല്. ആ ഡെപ്പോസിഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന പ്ലെയിൻ ആണ് ടിൽ പ്ലെയിൻ. ഇപ്പൊ ടിൽ പ്ലെയിൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഗ്ലേഷ്യേഴ്സിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ടിൽ പ്ലെയിൻ. അടുത്തത് വേവ്. വേവിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് കോസ്റ്റൽ പ്ലെയിൻ. വേവിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് കോസ്റ്റൽ പ്ലെയിൻ. ഇനി വിൻഡ്. വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിനെ വിളിക്കുന്ന പേര് ലോയസ് എന്നാണ്. വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ലോയസ്. ലോയസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ലോയസ് കാണുന്നത് ചൈനയിലാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഇനിയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പുതിയ വേർഡ്സ് പഠിക്കും. ലാപ്പീസ്, ലെവീസ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ ലാപ്പീസും ലെവീസും ലോയസും ഇത് തമ്മിൽ മാറിപ്പോകരുത്. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുകയാണ്, ലോയസ് എന്ന് പറയുന്നത് വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിനാണ്. വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ലോയസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെപ്പോസിഷണൽ പ്ലെയിൻ. ഇത് ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ്. റിവറിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻസ് ആണ് ഫ്ലഡ് പ്ലെയിനും ഡെൽറ്റായിക് പ്ലെയിനും. ഗ്ലേഷ്യർ ഡെപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടില്ല്. ഗ്ലേഷ്യറിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ടിൽ പ്ലെയിൻ. വേവിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് കോസ്റ്റൽ പ്ലെയിൻ. വിൻഡിന്റെ ഡെപ്പോസിഷണൽ പ്ലെയിൻ ആണ് ലോയസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇറോഷണൽ പ്ലെയിനുകളാണ്. ഇറോഷണൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട അതേ ജിയോമോർഫിക് ഏജന്റിന്റെ ഇറോഷനും കൊണ്ട് ഉണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഇറോഷണൽ പ്ലെയിൻ. അപ്പൊ ഇതിൽ വരുന്നതാണ് പെനി പ്ലെയിൻ. റിവറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ് പെനി പ്ലെയിൻ. റിവർ ഒരു സ്ഥലത്ത് ഇറോഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്ലെയിൻ ആണ് പെനി പ്ലെയിൻ. അടുത്ത പെഡി പ്ലെയിൻ. വിൻഡിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ് പെഡി പ്ലെയിൻ. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പെഡി പ്ലെയിനും പെനി പ്ലെയിനും
തിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇത് തിരിഞ്ഞു പോവാതിരിക്കാനായി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, പെഡി എന്ന് പറയുന്നതിൽ ഡി ഉണ്ട്, വിൻഡിലും ഡി ഉണ്ട്. അപ്പൊ ഇനി ഇത് തിരിഞ്ഞു പോകരുത്. പെഡി പ്ലെയിൻ വിൻഡിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്, പെനി പ്ലെയിൻ റിവറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്. ഇനി ഗ്ലേഷ്യറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ് ഐസ് കോസ്ഡ് പ്ലെയിൻ. ഐസ് കോസ്ഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഗ്ലേഷ്യറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്. പെനി പ്ലെയിൻ റിവറിന്റെ ആണ്, പെഡി പ്ലെയിൻ വിൻഡിന്റെ ആണ്, ഐസ് കോസ്റ്റ് പ്ലെയിൻ ഗ്ലേഷ്യറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്. ഇതോടുകൂടി പ്ലെയിൻസ് നമ്മൾ പഠിച്ചു. പ്ലെയിൻസ് എന്ന് പറയുന്നത് ലെവൽ സർഫസ് ഏരിയാസ് ആണ്. എന്താ മാക്സിമം ഉയരം 200 മീറ്റേഴ്സേ വരാൻ പാടുള്ളൂ. 3 തരത്തിലുള്ള പ്ലെയിൻ ഉണ്ട്: സ്ട്രക്ചറൽ പ്ലെയിൻ, ഇറോഷണൽ പ്ലെയിൻ, ഡെപ്പോസിഷൻ പ്ലെയിൻ. ഇറോഷണൽ ഡെപ്പോസിഷണൽ പ്ലെയിൻ ജിയോമോർഫിക് ഏജന്റുകളാണ് ഉണ്ടാക്കുന്നത്. സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായപ്പോഴേ ലോ ലൈങ് ആയിട്ടുള്ള ഏരിയാസ് ആണ് സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഇൻ US-ഉം സെൻട്രൽ ലോലാൻഡ്സ് ഇൻ ഓസ്ട്രേലിയ. ഡെപ്പോസിഷണൽ പ്ലെയിൻ എന്ന് പറയുന്നത് ജിയോമോർഫിക് ഏജന്റിന്റെ ഡെപ്പോസിഷനും കൊണ്ടുണ്ടാവുന്നത്. റിവർ ഉണ്ടാക്കുന്ന ഡെപ്പോസിഷണൽ പ്ലെയിനുകളാണ് ഫ്ലഡ് പ്ലെയിനും ഡെൽറ്റായിക് പ്ലെയിനും. ഗ്ലേഷ്യർ ഉണ്ടാക്കുന്ന ഡെപ്പോസിഷണൽ പ്ലെയിനുകളാണ് ടിൽ പ്ലെയിൻ. വേവ്സ് ഉണ്ടാക്കുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻ. വിൻഡ് ഉണ്ടാക്കുന്നതാണ് ലോയസ്. ഇനി ഇറോഷണൽ പ്ലെയിനിൽ വരുന്നത് പെനി പ്ലെയിനും പെഡി പ്ലെയിനും തമ്മിൽ മാറിപ്പോകും. പെനി പ്ലെയിൻ റിവറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്. പെഡി വിൻഡിന്റെ ഇറോഷണൽ പ്ലെയിൻ. ഇത് രണ്ടും ഇറോഷണൽ ആണ്. ദെൻ ഐസ് കോസ്ഡ് പ്ലെയിൻ ഗ്ലേഷ്യറിന്റെ ഇറോഷണൽ പ്ലെയിൻ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്ത്. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫോൾഡ് മൗണ്ടൻ? ഫോൾഡ് മൗണ്ടൻസിനെ കുറിച്ചാണ്. ഫോംഡ് ഇൻ ഡൈവേർജിങ് ബൗണ്ടറീസ് അല്ല. ഫോൾഡ് മൗണ്ടൻ ഫോം ചെയ്യുന്നത് കൺവേർജിങ് ബൗണ്ടറീസിലാണ്. അത് തെറ്റാണ്. ഡൈവേർജിങ് ബൗണ്ടറീസിലല്ല. ഹിമാലയാസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യങ് ഫോൾഡ് മൗണ്ടൻ. അത് ശരിയാണ്. ഹിമാലയാസ് യങ് ഫോൾഡ് മൗണ്ടന് ഉദാഹരണമാണ്. ദേ ആർ നോൺ എസ് മൗണ്ടൻസ് ഓഫ് എലവേഷൻ. അത് ശരിയാണ്. ഈ ഫോൾഡ് മൗണ്ടൻ ആണ് എന്താ മൗണ്ടൻസ് ഓഫ് എലവേഷൻ. എന്തുകൊണ്ടാണ് അവരെ മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് പറയാ? കാരണം പ്ലേറ്റ് ബൗണ്ടറി ആക്റ്റീവ് ആയിരിക്കും തോറും അവരുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കറക്റ്റ് ആൻസർ 2 and 3 ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 2 and 3 only. ഓപ്ഷൻ ബി 2 and 3 only ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചൂസ് ദി കറക്റ്റ് പെയർ ആണ്. അറ്റ്ലസ് മൗണ്ടൻ ആഫ്രിക്ക ശരിയാണ്. ആൻഡിസ് നോർത്ത് അമേരിക്ക അല്ല, തെറ്റാണ്. സൗത്ത് അമേരിക്കയാണ് ആൻഡിസ് വരിക. ആൻഡിസ് കംസ് ഇൻ സൗത്ത് അമേരിക്ക. റോക്കീസ് ആണ് നോർത്ത് അമേരിക്ക. ദെൻ എൽബ്രൂസ് ഏഷ്യ. എൽബ്രൂസ് യൂറോപ്പിലാണ്. യൂറോപ്പിൽ റഷ്യയിലെ മൗണ്ടൻ റേഞ്ചാണ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എൽബ്രൂസ് എന്ന റഷ്യയിലാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളാണ്. അപ്പൊ അത് ശരിയാണ്. ഓൺലി 1 മാത്രമാണ് ശരി. അറ്റ്ലസ് ആഫ്രിക്കയില്, ആൻഡീസ് സൗത്ത് അമേരിക്ക, റോക്കീസ് നോർത്ത് അമേരിക്ക. നിങ്ങൾക്ക് ആൻഡീസും റോക്കീസും തമ്മിൽ മാറിപ്പോകരുത്. ആൻഡീസ് ആണ് സൗത്ത് അമേരിക്ക, റോക്കീസ് നോർത്ത് അമേരിക്ക. എൽബ്രൂസ് യൂറോപ്പിലാണ് വരിക. അതും നമ്മുടെ റഷ്യയിലാണ് എൽബ്രൂസ് മൗണ്ടൻസ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വളരെ ഫേമസ് ആണ് കേട്ടോ. ഇനി ഈ പ്ലേറ്റ്യൂസിന്റെ ക്വസ്റ്റ്യൻ ഇതൊന്ന് വൃത്തിയായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അനട്ടോളിയൻ പ്ലേറ്റ്യൂ ഏഷ്യ. ഞാൻ നിങ്ങളോട് പറഞ്ഞു അനട്ടോളിയൻ പ്ലേറ്റ്യൂ എന്ന് ചോദിക്കുമ്പോൾ ടർക്കിയാണ് ശരിക്കും ആൻസർ. തുർക്കിയാണ്. തുർക്കി തന്നെ 2
എന്താ 2 കോണ്ടിനെന്റ്സിലുണ്ട്. ഒന്ന് യൂറോപ്പ്, ഒന്ന് ഏഷ്യ. തുർക്കിയുടെ ഭൂരിഭാഗം ഇരിക്കുന്നതും ഏഷ്യയിലാണ്. ആ ഏഷ്യയിലെ പാർട്ടിലാണ് അനട്ടോളിയൻ പ്ലേറ്റ് വരിക. അപ്പൊ അനട്ടോളിയൻ പ്ലേറ്റ് ഏഷ്യയാണ്. കട്ടാങ്ക പ്ലേറ്റ് ഓസ്ട്രേലിയ, അത് തെറ്റാണ്. കട്ടാങ്ക പ്ലേറ്റ് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ വരുന്ന 3 പ്ലേറ്റ്യൂസ് ഏതൊക്കെയാണ്? ബൈ പ്ലേറ്റു, അദമാവ പ്ലേറ്റു, കട്ടാങ്ക പ്ലേറ്റു, 3 കിംബർലി പ്ലേറ്റു ആണ് ഓസ്ട്രേലിയ. കിംബർലി പ്ലേറ്റു ആണ് ഓസ്ട്രേലിയ. പക്ഷെ ഞാൻ പറഞ്ഞു കിംബർലി പ്രോസസ് എന്ന് പറയുന്നത് ആഫ്രിക്കക്കാരുടെ. ഷാൻ പ്ലേറ്റു ചൈന. അപ്പൊ ഹൗ മെനി പെയേഴ്സ് ആർ റൈറ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റും 4ഉം ശരിയാണ്, 2 ശരിയാണ്. ഓപ്ഷൻ ബി only 2 pairs are right. only 2 pairs are right എന്നാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേജർ ലാൻഡ് ഫോംസിൽ പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജിയോമോർഫിക് ഏജന്റ്സും അവരുണ്ടാക്കുന്ന ലാൻഡ് ഫോംസും ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജിയോമോർഫിക് ഏജന്റുകളെ കുറിച്ചാണ് പഠിക്കുക. നമുക്ക് മെയിൻ ആയിട്ട് 5 ജിയോമോർഫിക് ഏജന്റ് ആണ് പഠിക്കാനുള്ളത്. റിവർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ. റിവർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, അതുപോലെ തന്നെ വേവ്സ്, വിൻഡ്. 5 ലാൻഡ് ഫോംസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജിയോമോർഫിക് ഏജന്റിലെ ലാൻഡ് ഫോംസ് കാണാം. അപ്പോൾ ബൈ, താങ്ക് യു. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് ജോഗ്രഫി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ടോപ്പിക് വൈസ്ഡ് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറി ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിന്റെ പേര് ഞാനിവിടെ എഴുതാം, ദി എർത്ത് റിനോ മറിയം എന്നാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദി എർത്ത് -റിനോ മറിയം ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ്, ഡെയിലി ക്വസ്റ്റ്യൻ എന്നുണ്ട്. ടോപ്പിക് വൈസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അത് നിങ്ങൾക്ക് അവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.